ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാശു തന്നമാമി ഗജാനനം. വാണീ നിൻ കൃപ കാണി വേണമതിനായി ഏണാംഗബിംബാനനേ വീണേൻ ത്വത്പദപങ്കജത്തിലടിയൻ വാണീ മനോഹാരിണീ. വാണീ നിർജിത വേണുഗാനമധുരേ വാണീ ഗുണം നൽകുവാൻ വാണീടന്റെ രസജ്ഞയായ മണിമഞ്ചം തന്നിൽ മൂകാംബികേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭോ നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലങ്കൃഷിഷ്ട ഭഗവൻ വചാംസി മേ. സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും സന്യാസിനിമാർക്കും ഗുരുജനങ്ങൾക്കും എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. ഈ പ്രവർത്തൃപീഠത്തിലിരുന്ന് അവധൂതഗീത എന്ന അതിസൂക്ഷ്മമായ സുവ്യക്തമായ ബൃഹത്തായൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള പാഠമോ കഴിവൊന്നും ഇല്ല എങ്കിലും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ അറിയുന്നത് പോലെ പറയാമെന്ന് മോഹിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാ പ്രഭാഷണത്തിലും കേൾക്കുന്നതാണ്. മാത്രമല്ല അമലമാണ്. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം, നൈഷ്കർമ്മ്യം ഒക്കെ വിവരിക്കുന്ന ശാസ്ത്രമാണ്. ഭക്തി സംവർദ്ധങ്ങളും വൈരാഗ്യ സംവർദ്ധവും മുക്തിപ്രദവും ഒക്കെ ആയിരിക്കുന്ന ആ ഭാഗവത ഗ്രന്ഥത്തിലെ ഏകാദശ സ്കന്ധത്തിലുള്ളൊരു ഭാഗമാണ് അവധൂതഗീത. ഏകാദശ സ്കന്ധം ഭാഗവതത്തിന്റെ 10 ലക്ഷണങ്ങളിൽ 10ാമത്തെ ലക്ഷണമായിരിക്കുന്ന ആ 10 ലക്ഷണങ്ങളിൽ 9ാമത്തെ ലക്ഷണമായിരിക്കുന്ന ഏകാദശ സ്കന്ധം മുക്തിയെ പ്രതിപാദിക്കുന്ന സ്കന്ധമാണ്. അതുകൊണ്ട് അതിന് മുക്തി സ്കന്ധം എന്നാണ് പറയുക. ഈ 11 ഭഗവത്ഗീതയിലും അതെ 10ാം അധ്യായം കഴിഞ്ഞ 11ാമത്തെ അധ്യായത്തില് ഭഗവത് ദർശന ആ വിശ്വരൂപ ദർശന യോഗമാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. അപ്പൊ 11 വളരെ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോ ഈ ഭാഗവതത്തില് പൊതുവെ ധാരാളം ഗീതങ്ങളും സ്തുതികളും ഗീതകളുമുണ്ട്. ഭ്രമരഗീതം, ഗോപികാഗീതം, യുഗളഗീതം ഇങ്ങനെയുള്ള ഗീതങ്ങളും അതുപോലെ ഭീഷ്മസ്തുതി, കുന്തി സ്തുതികൾ ധാരാളമുണ്ട്. ഈ അവധൂതഗീത, അതുപോലെ ഭിക്ഷുഗീത, അത് ഐളഗീത, ഇങ്ങനെയുള്ള അനേകം ഗീതകളുമുണ്ട്. ഇതിലൊക്കെ പറയുന്നത് മുഴുവൻ ബ്രഹ്മതത്വമാണ്. ബൃഹത്തായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളുന്ന ആ ചൈതന്യം തന്നെ സകല ചരാചരങ്ങളിൽ കുടികൊള്ളുന്നത് സ്ഥാപിക്കുന്ന ആ ബ്രഹ്മത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഈ ഗീതകളിലൊക്കെ. ഈ അവധൂത ഗീതയാണ് നമുക്ക് ഇന്ന് പറയാനുള്ള വിഷയം. അവധൂതൻ ആരാണ്? ഈ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചിട്ട് കുഞ്ഞായി ജനിച്ച് വളർന്ന് വലുതായി തൻ്റെ എല്ലാ ലീലകളുമാടി എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാതും അനുഷ്ഠിച്ചതിന് ശേഷം, അവതാര ഉദ്ദേശങ്ങളൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം
സ്വധാമത്തിലേക്ക് പോകാനായിട്ട് അദ്ദേഹം തയ്യാറാവാണ്. അത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഉത്തമ ശിഷ്യനാണ്, മാത്രല്ല മന്ത്രിയാണ്, ബുദ്ധിസത്തമനാണ്, ബൃഹസ്പതി ശിഷ്യനാണ്, വാത്സല്യമായിട്ടുള്ള സന്തത സഹചാരിയുമാണ് ഉദ്ധവര്. ഉദ്ധവർക്ക് ഭഗവാൻ സുധാമത്തിലേക്ക് പോകുകയാണെന്ന് കേട്ടപ്പോ അറിഞ്ഞപ്പോ ഇതുവരെ ഒപ്പം നടന്ന് എല്ലാ കാര്യങ്ങളും കൂടെ നടന്ന ആ ഭഗവാൻ തന്നെ വിട്ട് പോകുകയാണെന്ന് കണ്ടപ്പോ ഉദ്ധവർക്ക് അത് സഹിച്ചില്ല. അപ്പൊ അദ്ദേഹം ഭഗവാനോട് പറയാണ്, നാഹം തവംഘ്രികമലം അധമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമപി. ലയോ ഭഗവാനെ, കേശവ, അങ്ങയുടെ തൃപാദ പത്മത്തെ നിമിഷം പോലും വേർപിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു ശക്തനല്ല. അതുകൊണ്ട് ഭഗവാനെ, അങ്ങ് പോകുന്നിടത്ത് അങ്ങയുടെ ധാമത്തിലേക്ക് എന്നെ കൂടി കൊണ്ടുപോകൂ എന്ന് അദ്ദേഹം ഹൃദയസ്പൃക്കായിട്ട് ഭഗവാനോട് പറയണം. ഭഗവാനെ വേർപിരിഞ്ഞാന്ന് പറയുമ്പോൾ സഹിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്. അപ്പൊ ഭഗവാൻ പറയണം, ഇത് സാധിക്കുവോ? ഓരോരുത്തർ പോകുന്നു ഓരോ സമയത്തിലെ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ പോകുമ്പോൾ മറ്റൊരാളെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഭഗവാൻ വിചാരിച്ചാൽ എല്ലാതും സാധിക്കും. പക്ഷേ ഭഗവാൻ എന്താണ് പറഞ്ഞത്? ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനഃസമ്യക് സമദൃക് വിചരസ്വഗാം. അല്ലയോ ഉദ്ധവ, ഭവാൻ എന്തു ചെയ്യണം? ആരോടൊക്കെയാണോ സ്നേഹമുള്ളത്, സ്വജനങ്ങളോട്, ബന്ധുക്കളോട്, ആരോടൊക്കെ സ്നേഹമുണ്ടോ ആ സ്നേഹമൊക്കെ അങ്ങോട്ട് മുറിച്ചു കളയൂ, ആ സ്നേഹമൊക്കെ വിടൂ. എന്നിട്ട് എന്നിൽ മാത്രം മനസ്സ് ആവേശിച്ചിട്ട് സമദൃക്കായിട്ട് എല്ലാം ഈശ്വര ചൈതന്യമായിട്ട് എല്ലാം കണ്ട് അങ്ങ് സഞ്ചരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഉദ്ധവർക്ക് പിന്നെ പറയാണ്, കിളിപ്പാട്ടിൽ പറയാണ്, ഉദ്ധവ, ലോകതത്വങ്ങൾ വിമർശിക്ക സംഘങ്ങൾ പോവാനായി എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഉദ്ധവര് വീണ്ടും പറയാണ്, സോഹം മമാഹമതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവദാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിവൃത്യം. അല്ലയോ ഭഗവാനെ, ഈ സംഘം വിടണം എന്ന്, ഭൂമിയിലുള്ള സകല ആൾക്കാരോടുള്ള ബന്ധം വിടണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? അത് സാധിക്കണില്ല എനിക്ക്. സോഹം മമാഹമിതി, ഞാൻ എന്റേത് എന്നുള്ള ബുദ്ധിയാണ്. അതെന്താണ്? മൂഢബുദ്ധിയാണ്. മൂഢമതിയായിട്ടുള്ള ഞാൻ ഈ സ്വജനങ്ങളിലും ബന്ധുക്കളിലും ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ട ഭാര്യ പുത്ര ഗ്രഹത്തിലൊക്കെയുള്ള ആ സംഘം വിട്ടിട്ട്, ഞാൻ എന്റേതെന്നുള്ള ആ ബന്ധം വിട്ടിട്ട് എങ്ങനെയായാലാണോ എനിക്കതിന് വിടാൻ സാധിക്കുക? അത്തരത്തിലുള്ളൊരു ബുദ്ധി, അത്തരത്തിലുള്ളൊരു ശക്തി എങ്ങനെയായാലാണോ എനിക്ക് ലഭിക്കുക? ആ രീതിയിൽ അങ്ങയുടെ ഭൃത്യനായിരിക്കുന്ന എന്നെ അങ്ങ് ശാസിക്കൂ, ഉപദേശിക്കൂ, എനിക്ക് പഠിപ്പിച്ചു തരൂ എന്ന് പറയണം. ഇതേ അവസ്ഥ തന്നെയാണ് ഭഗവത്ഗീതയിലും അർജുനൻ പറയുന്നത്. ആ യുദ്ധഭൂമിയിൽ വെച്ചിട്ട്, കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ യത് ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. എനിക്ക് ഏതാണ് നല്ലത് എന്ന് അറിഞ്ഞിട്ട്, ഞാൻ എന്നെ മൂഢബുദ്ധിയാണ്, ധർമ്മ അധർമ്മ വിവേകമൊന്നും എനിക്കിപ്പോ അറിയണില്ല. എന്റെ സ്വന്തക്കാരെ കൊല്ലണമെന്നുള്ള ക്ലേശം കൊണ്ട്, ആ ദയ കൊണ്ട് എന്റെ മനസ്സാകെ കലങ്ങിയിരിക്കുകയാണ്. ആ കലങ്ങിയിരിക്കുന്ന എന്റെ മനസ്സിനെ അങ്ങ് നല്ല സാരോപദേശങ്ങളെ കൊണ്ട് എന്റെ ആ ദുഃഖത്തെ തീർക്ക് തരണേ. ഞാൻ അങ്ങയുടെ ശിഷ്യനല്ലേ, അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എങ്ങനെയായാലാണോ എന്റെ ഈ ശോകം മാറുക, അത്തരത്തിലുള്ള ഉപദേശം കൊണ്ട് എന്നെ ശരിയാക്കൂ എന്ന് അർജുനൻ ഭഗവാനോട് പറഞ്ഞു. അതേ ഒരു അവസ്ഥ ഇപ്പൊ പ്രപന്നാർത്ഥി ഹരനാണല്ലോ ഭഗവാൻ. പ്രപന്നാർത്ഥി ഹരനായിട്ടുള്ള ഭഗവാൻ ഉടനെ ഉപദേശിക്കുകയാണ് പല പല തത്വങ്ങള്. ഉദ്ധവര് പറഞ്ഞു, ഈ തത്വം, ഈ ആത്മതത്വം, ഈ ബ്രഹ്മതത്വം പറഞ്ഞു തരാൻ അങ്ങല്ലാതെ ആരെയും ഞാൻ ഈ പ്രപഞ്ചത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയണം, അത്രാപ്യുദാഹരന്തീമം ഇതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യദോരമിത തേജസഃ
അങ്ങനെ ആ ഉദ്ധവർക്ക് മനസ്സിന് എല്ലാ ജ്ഞാനവും തത്വവും നൽകിയിട്ട് ഉദ്ധവരെ ഉയർത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം ആ ഉദ്ധവരെ നന്നാക്കാൻ സാധിക്കുമോ അത് പ്രപഞ്ചത്തിലുള്ള എല്ലാ ആൾക്കാരും ഉപകാരപ്രദമായി വരാൻ വേണ്ടിയിട്ട് ആ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഉദാഹരണമായിട്ട് ഒരു ഇതിഹാസ കഥ, അതാണ് അവധൂതഗീത. ഈ അവധൂതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവധൂതൻ എന്ന് പറഞ്ഞൊരു പ്രത്യേകത, ദത്താത്രേയ മഹർഷിയാണ് ഈ ഭാഗത്തിൽ പറയുന്ന അവധൂതൻ. അവധൂതന്റെ പ്രത്യേകത എന്താ? ഈ ശരീരത്തിന് വേണ്ട യാതൊരു സംസ്കാരവും വരുത്തുന്നതിൽ ഒരു ചിന്തയും ഇല്ലാത്തവനാണ്. മാത്രല്ല ബ്രഹ്മമല്ലാതെ ഒന്നും ഇല്ല ഈ പ്രപഞ്ചത്തിൽ എന്നറിഞ്ഞതുകൊണ്ട് നിർഭയനായിട്ടും സഞ്ചരിക്കുന്നവനാണ്. മാത്രല്ല താപത്രയങ്ങള്, ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികങ്ങളായ താപത്രയങ്ങളുടെ ദോഷങ്ങളും അത് അദ്ദേഹത്തെ ബാധിക്കാത്തതിനാൽ ജരാബാധയൊന്നും ഇല്ലാതെ യൗവനയുക്തനായും, മാത്രമല്ല ഈ പരമാത്മ ചൈതന്യത്തിന്റെ ആ ജഡങ്ങളിൽ നിന്ന് പോലും ചൈതന്യത്തെ വേർതിരിച്ചറിയാൻ കഴിയുന്നതിനാൽ ആത്മാരാമനായും സഞ്ചരിക്കുന്നവനാണ് അവധൂതൻ. ഈ ആ അവധൂതൻ ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് യദു മഹാരാജാവിനെ കണ്ടുമുട്ടി. ആ യദു അമിത തേജ, നല്ല തേജസ്സുള്ള നല്ല ജ്ഞാനിയാണ് അദ്ദേഹവും. അപ്പൊ അദ്ദേഹം ഈ അവധൂതനെ കണ്ടപ്പോ അവധൂതന് യാതൊരു ഭാവവും മാറ്റമില്ല, വളരെ സന്തോഷമായിട്ട് ഒരു ബാലനെ പോലെ പുഞ്ചിരിച്ച് സന്തോഷവാനായിട്ട് നടക്കുകയാണ്. അപ്പൊ ഈ യദു മഹാരാജാവ് ചോദിക്കുകയാണ്, അല്ലയോ മഹർഷേ, അങ്ങക്ക് എങ്ങനെയാ ഇങ്ങനെ ഒരു ബാലനെ പോലെ ഇങ്ങനെ സന്തോഷവാനായിട്ട് ഒരു വിഷമവും ഇല്ലാതെ നടക്കുന്നത് എന്താ കാരണം എന്ന് ചോദിച്ചു. ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ എങ്ങനെയാണ്, എന്തെങ്കിലും മനസ്സിൽ വിഷമം ഉണ്ടെങ്കിൽ അത് മുഖത്ത് കാണും, സന്തോഷം ഉണ്ടെങ്കിലും മുഖത്ത് കാണും. ഒന്നിനെയും നിയന്ത്രിക്കാനുള്ള പക്വത സാധാരണക്കാർക്കില്ല. ഈ അവധൂതൻ ഇങ്ങനെ സന്തോഷമായിട്ട് ഒരു ബാലനെ പോലെ, ബാലിനൊരു ചിന്തയില്ലല്ലോ, അതുപോലെ നടക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു തത്വകഥനമാണ് അവധൂതഗീത. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഈ പ്രപഞ്ചത്തില് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ 24 ഗുരുനാഥന്മാരെ ഞാൻ കണ്ടുമുട്ടി. ആ 24 ഗുരുനാഥന്മാര്, പൃഥ്വി, ആകാശം, വായു, അതൊക്കെ 13 ഗുരുനാഥന്മാരെ കുറിച്ച് മുമ്പ് പറഞ്ഞ അദ്ദേഹം വ്യക്തമായിട്ട് വളരെ ഭംഗിയായിട്ട് സംസാരിച്ചുവല്ലോ. ബാക്കിയുള്ള ഗുരുനാഥന്മാരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആ ഗുരുനാഥന്മാർ ആരൊക്കെയാണ്? മധുഹ, ഹരിണോ, മീനഹ, പിങ്കള, കുരരോ, അർഭകഃ, കുമാരി, ശരകൃത്, സർപ്പഃ, ഊർണനാഭി, സുപേശകൃത്. ഇങ്ങനെയുള്ളവർ, ഇവരൊക്കെയാണ് ഇനി ഇദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് മാതൃകയായിട്ട് വന്നത്. ആന മുതലായിട്ടുള്ള, പൃഥ്വി, ആകാശം, വായു മുതലായിട്ടുള്ള ഗുരുനാഥന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇനി നമുക്കറിയാനുള്ള ഗുരു മധുഹ. അപ്പോൾ മധുഹ എന്ന് വെച്ചാൽ തേൻ എടുക്കുന്ന പുരുഷൻ എന്നാണ് അർത്ഥം. അപ്പോ അദ്ദേഹം പറയുന്ന തത്വം, നദേയം നോഭഭോഗ്യം ച ലുബ്ധൈർദുഃഖ സഞ്ചിതം ഭുങ്ക്തേ തദവിദച്ഛന്യോ മധുഹേവാർത്ഥവിത് മധോ. ഈ ധനമുണ്ടായാൽ ആ അത് ലുബ്ധന്മാരുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ പണങ്ങനെ സമ്പാദിച്ചു കൊണ്ടിരിക്കും. അത് പിശുക്കി സൂക്ഷിച്ചു വയ്ക്കും, ഒന്നും ചെലവഴിക്കൂല. അപ്പോ ഇദ്ദേഹം പറയാണ്, അങ്ങനെയുള്ള ആളുടെ ധനം നശിച്ചു പോവുകയുള്ളൂ, അത് വേറെ ആരെങ്കിലുമൊക്കെ അനുഭവിക്കും എന്ന് പറയണം. അപ്പൊ എന്താണ് അതിന് കാരണം? ഒരു സുഭാഷ്യത്തിൽ പറയുന്നുണ്ട്, ദാനം ഭോഗോ നാശസ്തിസ്രോ ഗദയോ ഭവന്തി വിത്തസ്യ യോ ന ദദാതി ന ഭുങ്ക്തേ തസ്യ തൃതീയാ ഗതിർഭവതേ. ധനത്തിന് 3 അവസ്ഥകളുണ്ട്: ദാനം, ഭോഗം, നാശം. യഹ ന ദദാതി, ആരാണ് ധനം ധാരാളം കയ്യിലുണ്ടെങ്കിൽ യഥാവിധി വേണ്ടവർക്ക്, അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യണം. ദാനം ചെയ്യുന്നതിനും വിധിയുണ്ട്. അർഹതപ്പെട്ടവർക്കേ ദാനം ചെയ്യാൻ പാടുള്ളൂ. അത് സന്തോഷപൂർവ്വം കൊടുക്കും വേണം. ഇനി അതും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളും പുത്രകളത്രാദികളും ഒക്കെ കൂടി സ്വയം സുഖമായിട്ട് ജീവിക്കണം. ഇത് രണ്ടുമില്ല എങ്കിൽ ആ പണം നശിച്ചു പോയുള്ളൂ, അവന്റെ പണം എന്ന്. എന്താണ് കാരണം? ആ പണം അവൻ സൂക്ഷിച്ചു വെച്ചാൽ ഒന്നുകിൽ അത് കള്ളന്മാർ കട്ടുകൊണ്ടുപോകും, അല്ലെങ്കിൽ ബന്ധുജനങ്ങളെല്ലാം അപഹരിക്കും, സർക്കാരിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട്
വിത്തം അത്യാവശ്യ ജീവിത നിർവഹണത്തിന് വേണ്ടി മാത്രമുള്ള പണം നമ്മൾ സമ്പാദിക്കാവൂ. സൂക്ഷിച്ചു വെക്കരുത് എന്നർത്ഥം. സഞ്ചയോ നാശഹേതുഹൂന്ന, സൂക്ഷിച്ചു വെക്കേണ്ടതൊക്കെ നശിക്കാനാണ്. കാരണം നമ്മൾക്ക് ആർക്കും ആയുസിന്റെ കാലം എത്രയാണെന്നറിയില്ല. അപ്പൊ ഉള്ള കാലം എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടണം. ആ ആത്മതത്വം ഇതെന്ന് മനസ്സിലാക്കണം. ആത്മതത്വം എന്ന് വെച്ചാൽ ഈ അവധൂതൻ കണ്ടുപിടിച്ചത്, ഈ തത്വം കണ്ടുപിടിച്ച എവിടുന്നാ? തേനെടുക്കുന്ന ആളിൽ നിന്നാണ്. ഈ തേനീച്ചകള് ഓരോരോ പുഷ്പങ്ങളിൽ നിന്നും തേൻ കൊണ്ടുവന്ന് മരത്തിന്റെ പൊത്തുകളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. എന്നാ തേനൊന്നും അത് അനുഭവിക്കണില്ല, കൊണ്ടുവന്ന് വെക്കുക. അങ്ങനെ കുറെ കഴിയുമ്പോ ലക്ഷണം നോക്കിയിട്ട് തേനെടുക്കുന്ന പുരുഷൻ ചെന്ന് ആ തേനെടുത്ത് കൊണ്ടുവരും. അയാൾ അനുഭവിക്കും, അത് വിറ്റ് കാശാക്കി അയാൾ സുഖമായി ജീവിക്കും. അപ്പൊ ഈ തേനീച്ചയ്ക്ക് തേനോണ്ടൊരു ഉപകാരം ഉണ്ടായില്ല. ഇതുപോലെ നാമും അതെ, നാം ധനസമ്പാദനത്തിനല്ല നമ്മുടെ ശ്രദ്ധ ചെലുത്തേണ്ടത്. എന്തിലാണ്? ബ്രഹ്മതത്തെ അറിയാനാണ്. ധനം അത്യാവശ്യമാണ്, ധനം വേണ്ട എന്ന് പറയണില്ല. ധനം വേണം, നമുക്ക് ജീവിക്കണമല്ലോ. അപ്പൊ ജീവിതം അത്യാവശ്യം സൗകര്യത്തിന് ജീവിക്കാനുള്ള പണം മാത്രം സമ്പാദിക്കുക. പിന്നീടുള്ള ജീവിതം, ആ ജീവിതം നമ്മുടെ ലക്ഷ്യം എന്താണ്? ഏത് സ്ഥലത്തു നിന്നാണോ, ഏത് ബ്രഹ്മത്തിൽ നിന്നാണോ നാം വന്നത്, ആ ബ്രഹ്മത്തിലേക്ക് നാം തിരിച്ചു പോകാനുള്ള മാർഗം ശുദ്ധാക്കുക, ആ മാർഗം നന്നാക്കുക. അതിനുള്ള വഴി എന്താണ്? ആത്മതത്വം അന്വേഷിയായി ജീവിക്കണം. അല്ലാതെ ഈ വ്യർത്ഥമായ ധനസമ്പാദനം മാത്രം ജീവിതം ലക്ഷ്യമായിട്ട് കരുതി ജീവിക്കുന്നത് മലർപ്പൊടിക്കാരന്റെ ജീവിതം പോലെ കഷ്ടം. മലർപ്പൊടിക്കാരൻ മലർ സൂക്ഷിച്ചു വെച്ച്, മലര് ഇങ്ങനെ ഓരോ ഇതൊന്നും വാങ്ങി സൂക്ഷിച്ചു വെച്ചു. അയാൾ വിചാരിച്ചു, ഈ ധാരാളം ഈ മലരൊക്കെ അതിൽ പൊടിയാക്കി ഒരു കുടത്തിലാക്കി വെച്ചു. ധാരാളം ഉണ്ട് എനിക്ക്. ഈ രാജ്യത്ത് ദുർഭിക്ഷകാലം വരും, മഴയില്ലാണ്ടയോ ഒക്കെ വന്ന് ആൾക്കാർക്കൊന്നും ഇല്ലാണ്ടാകുമ്പോൾ ഞാൻ ഇതൊക്കെ കൊടുത്ത് വിൽക്കും. വിറ്റിട്ട് ആ കാശ് കൊണ്ട് കുറച്ച് ആടുകളെ വാങ്ങിക്കും. ആടുകളെ ഇങ്ങനെ വർദ്ധിപ്പിച്ച് കുറെ കഴിയുമ്പോൾ ഞാൻ പശുക്കളെ വാങ്ങിക്കും. ആ പശുക്കളിൽ നിന്നും വലുതായി കുറെ പശുക്കളാകുമ്പോൾ ഞാൻ കുതിരകളെ വാങ്ങിക്കും. ഇങ്ങനെ അയാളുടെ സ്വപ്നങ്ങൾ കൂടി വന്നു. അങ്ങനെ അത് കുറെ നാള് കഴിഞ്ഞു. ആ സ്വപ്നം കണ്ട് ഈ മലർപ്പൊടി എന്നും കാക്കൽ വെച്ചിട്ട് കിടന്നുറങ്ങുക. ആരെങ്കിലും കട്ടുകൊണ്ടുപോയാലും വെച്ച് കാക്കൽ വെച്ച് കിടന്നുറങ്ങാണ്. ഇതൊക്കെ മൂപ്പരുടെ സങ്കല്പമാണ്. അവിടെ കിടന്നിട്ട് ഈ കുതിരകളൊക്കെ ഇങ്ങനെ വാങ്ങി എനിക്ക് സമ്പത്ത് അങ്ങോട്ട് വർദ്ധിച്ചാൽ നല്ല കൊട്ടാരം പോലൊരു വീട് പണിയും. ആ വീട് പണിത് കഴിഞ്ഞാൽ ഞാനൊരു വിവാഹമൊക്കെ കഴിക്കും. എന്നിട്ട് ആ ഭാര്യ ഞാനിങ്ങനെ ചാരുകസേലയിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ ഒരു കുട്ടി ഉണ്ടാവും. ആ കുട്ടിയാട്ടെ മുട്ടുകുത്തി എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. അപ്പൊ എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. എന്റെ ശ്രദ്ധ ക്ഷണിക്കാനായിട്ട്, ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ശ്രദ്ധ നീക്കാനായിട്ടല്ലേ കുട്ടി വന്ന്. ഓ കുട്ടി, ഈ ഭാര്യയോട് പറയണം, ഈ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. കാലോടൊരു തട്ട മലർപ്പൊടി ആ കോട അങ്ങോട്ട് തട്ടി പൊടിയാകോട ചിന്നിതെരുവായി. ആളുടെ ആഗ്രഹം നടന്നു. ഇതാണ് ഈ ആഗ്രഹങ്ങള് കൂട്ടി വെക്കുക എന്നുള്ള ആ ലുബ്ധന്റെ ചിന്താഗതി ആർക്കും ഉണ്ടാകരുത് എന്നർത്ഥം. പകരം ആത്മചൈതന്യത്തെ, ആ ബ്രഹ്മത്തെ അറിയാൻ, ബ്രഹ്മത്തെ അറിഞ്ഞ് സന്തോഷമായിട്ട് അതിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കാൻ കഴിയണം എന്ന തത്വം ഞാൻ മധുഹ എന്ന തേനെടുക്കുന്ന പുരുഷനിൽ പഠിച്ചതിനാൽ അദ്ദേഹം എൻ്റെ ഒരു ഗുരുവായി എന്ന് പറയാണ് അവധൂതൻ. പിന്നീട് അടുത്തത് ഹരിണം, മാനാണ്. ഈ മാനുകൾക്കൊരു സ്വഭാവമുണ്ട്. ശബ്ദം ഇങ്ങനെ കേട്ടാൽ നിശ്ചലനായിട്ട് നിൽക്കും. പാട്ട് നല്ല ഇഷ്ടമാണെന്നാണ് പറയണം. അപ്പൊ ആ അവധൂതൻ പറയണ, ഗ്രാമ്യഗീതം ന ശൃണുയാത് യദ് വനചര ക്വചിത് ശിക്ഷേത ഹരിണാദ്ബദ്ധം മൃഗയോർഗീതമോഹിതാത്. ഈ മാൻ നല്ല ശാന്ത മൃഗാണെങ്കിലും അതിന് ചെവിയുടെ, നമ്മുടെ ഓരോരുത്തരും ചെവി എന്ന ഇന്ദ്രിയത്തിന്റെ പ്രത്യേകതയാണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പൊ ഈ പാട്ട്, ഈ വേടൻ കാട്ടിൽ ഇങ്ങനെ വല വിരിച്ചു വെക്കും. എന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്നിട്ട് നന്നായി സംഗീതം ആലപിക്കും. ഈ സംഗീതം കേൾക്കുമ്പോൾ മാനുകൾ അറിയാതെ ആകൃഷ്ടരായിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലും, വലയിൽ വീഴും, അവർ നശിച്ചു പോകും. അവരെ കൊല്ല്, മാംസം ഭക്ഷിക്കുക ഒക്കെ ചെയ്യും വേടൻ. അപ്പോൾ ഈ ശ്രവണത്തിന്റെ പ്രത്യേകതയാണ്. നമ്മളും അങ്ങനെയാണ്, ഓരോന്നും കേൾക്കുക. അത് ഈ നല്ല നല്ല കഥകളോ ഭാഗവതാദി രാമായണ നാരായണീയാദി ഗ്രന്ഥത്തിലെ കഥകൾ കേൾക്കാനോ അത് വായിക്കാനോ ആവില്ല ചിലപ്പോൾ ചെവിക്ക് താല്പര്യം ഉണ്ടാവുക. ഈ മാനിനെ പോലെ ഗ്രാമ്യ ഗീതങ്ങള് ശ്രവണത്തിന് വളരെ ഇമ്പം നൽകുന്ന, ആനന്ദം നൽകുന്ന, എന്താ പറയുക, ഇന്ദ്രിയങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള, വിഷയത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഗീതങ്ങൾ കേട്ട് ആത്മാവ് നശിച്ചു പോവും.
ഈ സിനിമാ ഗാനങ്ങളൊക്കെ ഇപ്പോഴത്തെ അങ്ങനത്തെ പാട്ടുകളാണ്. മാത്രമല്ല ഇന്നത്തെ കുട്ടികൾ ഒക്കെ ഇന്നലെ പറഞ്ഞ വിഷയമാണ്, അപ്പൊ ഞാൻ ആവർത്തിക്കണില്ല. ഈ വാട്സപ്പിലും ഇതിലൊക്കെയുള്ള ഓരോ ചിത്രങ്ങളും പാട്ടുകളൊക്കെ കേട്ടിട്ട് നശിച്ചു, ഈ തലമുറകളൊക്കെ നശിച്ചു പോകുന്ന കഥ നമ്മൾ നിത്യവും കാണുന്നത് ആ പത്രങ്ങളിലൊക്കെ. അപ്പോ ഈ തത്വം എന്താണ്? ഈ തത്വം ശ്രവണ സുഭഗങ്ങളായിരിക്കുന്ന ഗീതങ്ങൾ കേൾക്കാനായിട്ട് ആരും മെനക്കെടരുത്. അത് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുകയുള്ളൂ. ഇന്ദ്രിയങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മളെ ഓരോന്നിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടു. അപ്പോ ഈ മാനിൻ എങ്ങനെയാണോ മാനിന് നാശം സംഭവിച്ചത്, അതുപോലെ നാശം സംഭവിക്കും. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാതെ ലൗകിക സുഖമായിരിക്കുന്ന ഈ നിസ്സാരമായിരിക്കുന്ന മനസ്സിന് മഥനമുണ്ടാക്കുന്ന തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കുന്നത് ദോഷകരമാണ് ആത്മാവിന് എന്ന്. അപ്പോ ഇതിന് ഉദാഹരണം നമുക്ക് പുരാണങ്ങളിലെല്ലാം ധാരാളമുണ്ട്. വിഭാണ്ഡകപുത്രനായ ഋഷ്യശൃംഗൻ, ഈ വിഭാണ്ഡകന് തന്നെ ഒരു അപ്സരസില് ആകർഷനായിട്ട് അവരുടെ രേതസ് കൊണ്ടുണ്ടായിട്ടുള്ള മകനാണ് ഈ ഋഷ്യശൃംഗൻ. അതുകൊണ്ട് വിഭാണ്ഡകന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു, എന്നെ പോലെ എന്റെ മകൻ നശിച്ചു പോകരുത്, അതുകൊണ്ട് അവനെ നിഷ്ഠയോടുകൂടി വളർത്താമെന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മചര്യ നിഷ്ഠയോട് കൂടിയിട്ടാണ് ഋഷ്യശൃംഗനെ വിഭാണ്ഡക മഹർഷി വളർത്തിയത്. അപ്പോ ആ കുട്ടിയും നന്നായി ആ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് തീവ്ര വൈരാഗ്യത്തോടിരിക്കുന്നതായിരുന്നു അദ്ദേഹം കഴിയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ ദശരഥപുത്രിയായ ശാന്ത എന്ന് പറഞ്ഞ മകളെ ലോമപാത രാജാവിന് അദ്ദേഹം ദത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോമപാത രാജാവിന്റെ അവിടെ മഴയില്ല. അപ്പോൾ മറ്റുള്ള ജ്യോത്സ്യന്മാരുണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞു ഋഷ്യശൃംഗനെ വരുത്തിയാൽ മഴ പെയ്യുമെന്ന് കേട്ടപ്പോ ആ ഋഷ്യശൃംഗനെ വരുത്താൻ എന്താ വഴി? അദ്ദേഹം തീവ്ര തപസ്യാണ്. അതിനെന്താ വഴി? അതിനൊക്കെ വഴിയുണ്ട് എന്ന് തീരുമാനിച്ചു. അവിടുന്ന് 2 സ്ത്രീകൾ ജനങ്ങളെ അവിടേക്ക് പറഞ്ഞു വെച്ചു. കാട്ടിൽ ചെന്നു. അവരുടെ തരത്തിലുള്ള ഭാവഹാവാദികളൊക്കെ കാണിച്ചു. അപ്പൊ ഋഷ്യശൃംഗൻ ഈ അച്ഛനെ അല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള ഈ സ്ത്രീ ജനങ്ങളെ കണ്ടപ്പോ അറിയാതെ മോഹിച്ചു പോയി. അവരുടെ പാട്ടും നൃത്തും കേട്ടും കണ്ടും അതിൽ ലയിച്ച് വിഷയത്തിൽ മുങ്ങി അവർക്ക് അടിമയായി. പിന്നെ സന്യാസ ജീവിതമൊക്കെ പോയി, കുടുംബജീവിതം നയിക്കാൻ പോയി എന്നാണ് കഥ. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രാമ്യ ഗീതങ്ങള് ഒരു യോഗി കേൾക്കരുത് എന്നാണ് അവധൂതൻ പറയുന്നത്. അത് നമ്മൾക്ക് ഉദാഹരണമായിട്ട് പറയാണ്. നമ്മളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ശ്രവണത്തിന് ഏത് ശ്രവിച്ചാലാണോ നമ്മൾ ആത്മതത്വം ഗ്രഹിക്കാൻ കഴിയുക, അത്തരത്തിലുള്ള ഭാഗവത, നാരായണീയ, ഭഗവത്ഗീതാദി കഥകളും അതിലത്തെ ഗീതങ്ങളും ഒക്കെയാണ് നാം കേൾക്കേണ്ടത്. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം അത് മറന്നുപോകും എന്ന് മാനിൽ നിന്ന് പഠിച്ചു എന്ന് അവധൂതൻ നമുക്ക് മനസ്സിലാക്കി തരണം. അടുത്ത ഗുരു, അദ്ദേഹം 16ാമത്തെ ഗുരു പറയാണ്, ജിഹ്വയാദിപ്രമാധിന്യ ജനോ രസവിമോഹിതഃ മൃത്യം ഋച്ഛത്യസദ്ബുദ്ധി മീനോ യദ്ബഡിശൈർയഥാ. നാവ്, വായയ്ക്ക്, ഈ നാവിനുണ്ടല്ലോ രുചി അറിയാൻ വലിയ താല്പര്യം. അപ്പൊ സമയമാകുമ്പോഴേക്കും, ഭക്ഷണത്തിന്റെ സമയമാകുമ്പോഴേക്കും എല്ലാവർക്കും ധൃതിയായി. അതല്ലെങ്കിലോ എന്ത് തിന്നാലാ, എന്ത് സ്വാദാ ഓരോന്നിന്റെ ആലോചിച്ച സ്വാദ്, നാവിന്റെ രുചി അനുസരിച്ച് നല്ല നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. അപ്പൊ രുചിയുള്ളതാകുമ്പോൾ ധാരാളം കഴിക്കും. എത്രത്തോളം കഴിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ശരീരത്തിന് ദുർമേധസ് വർദ്ധിച്ച് നമ്മൾ ആരോഗ്യം ക്ഷയിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ജീവിത നിർവഹണത്തിന്, ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാവൂ എന്നാണ് പറയുന്നത്. അപ്പൊ ജിഹ്വയെ നമ്മൾ ലാളിക്കരുത്, നാവിനെ ലാളിക്കരുത്, അതിനെ ആദരിക്കുകയാണ് വേണ്ടത്. ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ആഹാരം കഴിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആരിൽ നിന്നാണ്? ഒരു ചൂണ്ടക്കാരൻ വെള്ളത്തിലേക്ക് ഒരു ചൂണ്ടയില് ഒരു ഇര, ഒരു മാംസകഷ്ണം, എന്താ ജന്തു, ഒരു സാധനം ഇട്ടിട്ട് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇടും. അതിടുമ്പോ ഇത് തിന്നാനുള്ളതാണ്, മാംസത്തിൽ കൊതിവുണ്ട്, മത്സ്യങ്ങൾ വന്ന് അത് പിടിക്കുന്നു. അത് പിടിച്ചാൽ ഉടനെ ആ ചൂണ്ടയ്ക്ക് ഭാരം തോന്നിയാൽ ചൂണ്ടക്കാരൻ പിടിച്ചു വലിക്കും, നിലത്ത് വീണ് അതിന്റെ ശ്വാസം അത് ആ മത്സ്യം നശിച്ചു പോകുന്നു. അപ്പൊ അതെന്താ കാരണം? ഈ ഭക്ഷണത്തിലുള്ള കൊതിയാണ് എന്നർത്ഥം. അപ്പൊ തീറ്റക്കൊതി കുറയ്ക്കണം എന്നർത്ഥം. തീറ്റക്കൊതി കൊണ്ട് നശിച്ച ഒരു കുരങ്ങന്റെ കഥയുണ്ട്. ആ കഥ, കുരങ്ങന്മാരെ വളർത്തുന്ന ഒരു രാജകൊട്ടാരത്തില് ആനയും സിംഹം, ആനയും മറ്റേ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുരങ്ങന്മാരെ അവിടെ വളർത്തി. ഇപ്പൊ ഒരു കുരങ്ങൻ അതിൽ ബുദ്ധിമാനായിരുന്നു. നമ്മളിങ്ങനെ നിന്നാ ശരിയാവില്ല കേട്ടോ, എന്തെങ്കിലും നമുക്ക് ദോഷം വരും, ഈ രാജകൊട്ടാരത്തിൽ താമസിക്കൊണ്ടവരല്ല നമ്മൾ എന്ന് കുരങ്ങൻ പറഞ്ഞു കൊടുത്തപ്പോ മറ്റു കുരങ്ങന്മാരൊന്നും കേട്ടില്ല. അവർക്ക് ഈ ആഹാരം, രാജകൊട്ടാരത്തിന് എന്ത് സുഭിക്ഷമായിട്ട് നല്ല നല്ല ആഹാരം കിട്ടുന്നത്, അതൊന്നും ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, ഞങ്ങൾ വരില്ല, താ പണി പൊക്കോളും. അങ്ങനെ ആ വൃദ്ധ വാനരന് ബുദ്ധി ഉണ്ടായിരുന്നു.
അദ്ദേഹം അവിടുന്ന് പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം ഒരു കുരങ്ങൻ അടുക്കളയിൽ കടന്നു. ആ രുചി ആലോചിച്ച് അടുക്കളയിലേക്ക് കടന്നു. ഭക്ഷണം അത് തിന്നു. അപ്പൊ വെപ്പുകാരം കണ്ടു. ഒരു തീക്കൊള്ളി ഉണ്ടായിരുന്നു, എടുത്ത് ആ കുരങ്ങനെ അടിച്ചു. അപ്പൊ ആ കുരങ്ങനെ മേലെ ആകെ തീ പിടിച്ചു. തീ പിടിച്ചപ്പോ കുരങ്ങനെ പൊള്ളി. കുരങ്ങനെ ഓടി എവിടെ ചെന്നിരിക്കുക? കുതിരയുടെ ലായത്തിലേക്ക് പോയി അറിയാതെ. അവിടെ ചെന്നപ്പോ കുതിര ലായത്തിന് തീ പിടിച്ചു. കുതിരകൾക്കൊക്കെ വെന്തു, അവരൊക്കെ പൊള്ളി. അപ്പൊ രാജാവ് ആലോചിച്ചു, കുരങ്ങന്മാര് മറ്റേ മൃതരായാൽ നമുക്കിപ്പോ എന്താ നഷ്ടം? പക്ഷെ കുതിരകൾ പോയാൽ നമുക്ക് നഷ്ടമാണ് രാജ്യത്തിന്. അതുകൊണ്ട് ഇവരെ രക്ഷിക്കാതെ എന്താ ചെയ്യുക? അപ്പൊ അവിടുത്തെ വൈദ്യശാസ്ത്രജ്ഞ ഈ അശ്വവൈദ്യശാസ്ത്രന്മാര് പറഞ്ഞു, ഈ കുരങ്ങന്മാരുടെ മേധസ്സുകൊണ്ട് കുതിരകളുടെ പൊള്ളല് മാറ്റാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രാജാവ് എന്തു ചെയ്തു? ആ കുരങ്ങന്മാരെയൊക്കെ കൊന്ന് അവരുടെ മേധസ്സുകൊണ്ട് അശ്വങ്ങളുടെ പൊള്ളലൊക്കെ മാറ്റി എന്നൊരു കഥ. അപ്പൊ എന്താ കാരണം? വൃദ്ധവാന്റെ ഉപദേശിച്ചു കൊടുത്തു, നിങ്ങളിവിടെ നിന്നാൽ നിങ്ങൾക്ക് അപകടമാണ്, ഇത് നല്ലതല്ല എന്ന് പറഞ്ഞ് കേൾക്കാതെ നിന്നത് കൊണ്ടാണ് ആ കുരങ്ങന്മാർക്കൊക്കെ നാശം വന്നത്. നമ്മൾക്കും കുറേശ്ശെ വാനര സ്വഭാവമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ജിഹ്വ, നാവിന്റെ രുചി അറിഞ്ഞ് അത് മാത്രമായിട്ട് നമ്മൾ ജീവിക്കരുത്. ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മതത്വ പ്രതിപാദകങ്ങളായിരിക്കുന്ന അതിനെ ആസ്വദിക്കുക, അതിനെ നാവുകൊണ്ട് പറയുക, ആ നാവുകൊണ്ട് കീർത്തിക്കുക. ഇങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്യേണ്ടത്. ആ ബ്രഹ്മത്തെ അറിയലാണ് വേണ്ടത്. ഈ ആഹാര സുഖം നോക്കി ജീവിക്കരുത് എന്ന് ഞാൻ മീനിൽ നിന്ന് പഠിച്ചതിനാൽ മീൻ എൻ്റെ ഒരു ഗുരുവാണ് എന്ന് അദ്ദേഹം പറയണം. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതില് ബാക്കിയെല്ലാം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും നാവ് എന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ കഴിയാഞ്ഞാൽ അവനെ ജിതേന്ദ്രിയൻ എന്ന് പറയില്ല എന്നാണ് പറയണത്. എന്താ ജിതേന്ദ്രിയൻ എന്ന് വെച്ചാൽ? ജിതേന്ദ്രിയനെ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവന് അവനെന്താ ഗുണം? ജിതേന്ദ്രിയത്വം വിനയസ്യ കാരണം. വിനയം ഉണ്ടാകും. ഈ വിനയത്തിൽ നിന്നാണ് മറ്റെല്ലാ ഗുണങ്ങളും. ഗുണപ്രകർഷോ വിനയാദവാപ്യതേ. വിനയത്തിൽ നിന്നാണ് മറ്റെല്ലാ ഗുണങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കണം എന്ന്. ഇനി അടുത്തത്, പിങ്കളാനാമവേശ്യാസീത് വിദേഹനഗരേ പുരാ തസ്യാമേ ശിക്ഷിതം കിഞ്ചിത് നിബോധ നൃപനന്ദന. വിദേഹ രാജ്യത്ത് പിങ്കള എന്ന പേരൊരു വേശ്യയുണ്ടായിരുന്നു. അവളിൽ നിന്ന് ഞാനൊരു തത്വം പഠിച്ചു. ഈ വേശ്യകളിൽ നിന്നൊക്കെ എന്തു തത്വം പഠിക്കാനാ? ഈ പുരാണത്തിലൊക്കെ വേശ്യയെ കുറിച്ച് പറയേന്ന് തോന്നണ്ട. എപ്പോഴാ ആർക്കാ ഈശ്വരാനുഗ്രഹം വരാൻ നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ഈ പിങ്കള വേശ്യകളുടെ സ്വഭാവം എന്താ? നല്ല നല്ല വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് അവൾക്ക് അർത്ഥാശയാണ്, ധനത്തിലുള്ള കൊതിയാണ്. ധനം എത്രയായാലും പോരാ, അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. കേട്ടിട്ടുണ്ടല്ലോ, 10 കിട്ടുകിൽ. അങ്ങനെ ഈ അർത്ഥാശ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവള് ജീവിച്ചിരുന്നത്. അങ്ങനെ ദിവസവും ഇങ്ങനെ തന്റെ ശരീര ഭംഗി കാണിച്ച് ആൾക്കാരെ, പുരുഷന്മാരെ ആകർഷിച്ച് ധനം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തിയിൽ കുലടാവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളായിരുന്നു പിങ്കള. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവള് തീരുമാനിച്ചു, ഇന്നൊരു പുരുഷനെ ഏകാന്തത്തിൽ വിളിച്ചു കൊണ്ടുപോയി രമിക്കണം എന്നങ്ങോട്ട് വിചാരിച്ചു. എന്നിട്ട് അതിനുചിതമായിട്ട് നല്ല ഭംഗിയുള്ള വേഷമൊക്കെ ധരിച്ച് വൈകുന്നേരം വാതിൽക്കൽ ചെന്ന് നിന്നു. അപ്പൊ അങ്ങനെ നോക്കിയിരുന്നപ്പോ ഒരാൾ വരുന്നുണ്ട്. അപ്പൊ വിചാരിച്ചു, ഓ ഇയാള് നല്ല സുന്ദരൻ തന്നെ, എനിക്ക് ധാരാളം സമ്പത്ത് തരും, ഒരു സുരത ചതുരൻ തന്നെയാട്ടോ വരുന്നത്. എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെ വഴി പോകാൻ പോയി. പിന്നെ വേറൊരാൾ വന്നു, അപ്പോഴും ഇതുപോലെയൊക്കെ ചിന്തിച്ചു, അയാളും വഴി തിരിച്ചു പോയി. അപ്പൊ പിങ്കള ചിന്തിച്ചു, എന്തു പറ്റി? ഇന്നലെ വരെ എന്നെ തേടി വന്നിരുന്ന ആൾക്കാരൊക്കെ ഇന്നെന്താ എല്ലാവരും ഇങ്ങനെ തിരിച്ചു പോണ്? എന്തു പറ്റി? പരിഭ്രമായി, വിഷമായി കുറച്ചു നേരം നോക്കി നിന്നു. ഇല്ല, ഇനിയും വരും ചോദിച്ചു കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്തേക്ക് പോയി, സ്വസ്ഥതയില്ല. വീണ്ടും പുറത്തേക്ക് വന്നു, നോക്കി, കാണാനില്ല. വീണ്ടും അകത്തേക്ക് പോയി. ഇങ്ങനെ അകത്തേക്ക് പോവുക വരിക ചിന്തിക്കുക, അതൊക്കെ ആയി. അങ്ങനെ അർദ്ധരാത്രിയായപ്പോ അർത്ഥാശ കൊണ്ട് അവളുടെ മുഖാകെ കലങ്ങി, കണ്ണുകളാകെ ഹൃദയം നുറുങ്ങി, വിഷമിച്ചു. അപ്പൊ അങ്ങനെ അവളിരുന്നിങ്ങനെ ആലോചിച്ചപ്പോ അറിയാതെ പിങ്കളുടെ ഉള്ളിലൊരു വൈരാഗ്യം വന്നു എന്നാണ് പറയണത്. വൈരാഗ്യം, വിരക്തി വന്നു. ആ വൈരാഗ്യം ഉള്ളിൽ വന്നപ്പോ സുഖഹേതുകങ്ങളായ ചിന്തകളാണ് പിന്നെ പിങ്കളുടെ മനസ്സിൽ വരുന്നത്. പിങ്കള പാടിയ പാട്ട് എന്നാണ് പറയണത്. എന്താ അപ്പോ ഈ ദീന അനുകമ്പിയായിട്ടുള്ള ഭഗവാൻ എപ്പോൾ ഏതെല്ലാം വിധത്തിലാ ഓരോരുത്തരെ അനുഗ്രഹിക്കാന്ന് പറയാൻ കഴിയില്ല. കോനാമഗസ്ത്യ സുഹൃതം കഥമിത്യവേയാത്.
ആർക്ക് എപ്പോഴാണ് പുണ്യം വരിക എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എന്ന് നാരായണീയത്തിൽ പറയുന്നു. ഇങ്ങനെ ഈ പിങ്കള ഇരുന്ന് ആലോചിക്കുകയാണ്, എന്താ ഈ ഞാൻ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചല്ലോ, എനിക്ക് ഈ അർത്ഥാശ കൊണ്ട് ഞാൻ എത്ര ദുഷ്ടായിട്ടുള്ള പ്രവൃത്തിയാ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ആകെ എത്ര മനസ്സിനെ കുറിച്ച് അതിൽ തന്നെ പറയാ ഭാഗവതത്തിൽ, ഏത് നിന്ദ്യകർമ്മത്തെയും പാപത്തെയും അത് പുണ്യമാക്കി മാറ്റാനുള്ള കഴിവുണ്ട് മനുഷ്യ മനസ്സിന് എന്നാണ് പറയണത്. അപ്പൊ പിങ്കള പറയാണ്, ആശാപാശാണ് എൻ്റെ മനസ്സിന്റെ ദുഃഖത്തിന് കാരണം. അപ്പൊ ഈ ആശാപാശം എന്ന് വെച്ചാൽ എന്താ, എത്രയായാലും പോരാ എന്നുള്ള ആശാപാശത്തെ മുറിക്കാനുള്ള കയറാണ് ഈ വൈരാഗ്യം. അപ്പൊ എങ്ങനെയാണ് ഈ നിർവേദം, ഈ വൈരാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവുക? ഏതിനെ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നശ്വരമാണോ അനശ്വരമാണോ നമ്മൾ ചിന്തിക്കണം. ഈ ലോകത്തിന്റെ നശ്വരതയെക്കുറിച്ചും ആ ലോക സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ പരമാത്മാവിന്റെ അനശ്വരതയെക്കുറിച്ചും അറിഞ്ഞാലേ ഈ ലൗകിക ജീവിതത്തിനോട് നമുക്ക് വിരക്തി തോന്നുള്ളൂ. കാരണം ആത്മതത്വ വിചാരം ഇല്ലാതെ ജീവിക്കുന്നത് നമുക്ക് ജനനം മരണം പുനരഭിജനനം എന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് ഈ ആത്മചൈതന്യം, ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ അറിഞ്ഞു ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ക്ലേശം ഉണ്ടാവില്ല. എനിക്ക് ഈ ആത്മജയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ജീവിതം ആരംഭിച്ചത്, ഞാൻ എത്ര മൂഢയാണ്, എത്ര അജ്ഞയാണ് എന്ന് പറയണ പിങ്കള. പറയാണ്, പാടുകയാണ്, സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യം ഇമം വിഹായ അകാമദം ദുഃഖഭയാദിശോകമോഹപ്രദം തുച്ഛം അഹം ഭജജ്ഞ. എന്താ, സന്തം സമീപേ, എപ്പോഴും ഒരുമിച്ചിരുന്ന് അന്തര്യാമിയായിരുന്ന് പിരിയാതെ ഒന്നിച്ചിരിക്കുന്ന രമണം ആനന്ദിപ്പിക്കുന്ന രതിപ്രദൻ, എപ്പോഴും പരമാനന്ദം അനുഭവിപ്പിക്കുന്നവനാണ് ഈ ഭഗവാൻ. അങ്ങനെ അത് അനുഭവിപ്പിക്കുന്നവനും വിത്തപ്രദം, ലക്ഷ്മീപതിയാകയാൽ ഐശ്വര്യം ദാനം ചെയ്യാൻ കഴിവുള്ളവനും നിത്യം എന്നും നിലനിൽക്കുന്നവനും ഹൃദയസ്ഥിതനുമായ ഈ ഭഗവാനെ, ഈ പരമാത്മാവിനെ വിട്ടിട്ടാണല്ലോ ഞാൻ അകാമതം ആഗ്രഹിച്ചത് ഒന്നും തരാൻ കഴിവില്ല, പണോ ഒന്നും തരാൻ കഴിവില്ലാത്തവനും പകരം തരുന്നത് എന്താ, ദുഃഖഭയാദിശോകമോഹപ്രദം, ദുഃഖം, ഭയം, ക്ലേശം, മോഹം എന്നിവയൊക്കെ ഇടതിടവില്ലാതെ തന്നുകൊണ്ടിരിക്കുന്നവനായിരിക്കുന്ന ഈ ഭോഷന്മാരെയാണല്ലോ ഞാൻ സ്വന്തമായിട്ട് കരുതിയത്, ഭർത്താക്കന്മാരാക്കാൻ ഞാൻ ശ്രമിച്ചത്. ഈ ഭഗവാനെ വിട്ട് ഞാൻ മറ്റുള്ളവരെ ചിന്തിച്ചുവല്ലോ, എത്ര അജ്ഞയാണ് ഞാൻ എത്ര നിന്ദയാണ് എന്ന് ചിന്തിക്കുകയാണ് ആ പിങ്കള. അപ്പോ അന്തര്യാമിയായിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആ അന്തര്യാമിയെ വിട്ടുപിരിഞ്ഞാൽ ആർക്കാ സുഖം ഉണ്ടാവുക? അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ എന്നിൽ കുടികൊണ്ടത് കൊണ്ടാവാം എൻ്റെ മനസ്സിൽ ഈ വൈരാഗ്യം ഉണ്ടായത്. ഈ വൈരാഗ്യം തരാനായിട്ട് ഭഗവാന് തോന്നിയല്ലോ, അതുകൊണ്ട് ഭഗവാൻ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതാണ്. മാത്രല്ല, ഈ ഭഗവാൻ തന്ന ഈ വൈരാഗ്യത്തെ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കുകയാണ്. ഈ വൈരാഗ്യം ഉണ്ടാവാനുള്ള ക്ലേശം എനിക്ക് ഭഗവാൻ തന്നെയാണല്ലോ തന്നത്. അപ്പൊ ആ ക്ലേശങ്ങളിൽ നിന്നാണ് എനിക്ക് ഉള്ളിൽ ഈ നിർവേദം വന്നത്. അതിന് ഞാൻ ഭഗവാനോട്, ഭഗവാൻ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം ഉണ്ടാണ്. എങ്കിലും അതറിയാതെ വ്യർത്ഥമായിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ നശിപ്പിച്ചുവല്ലോ എന്ന് പിങ്കള കരയാണ്, കേഴാണ്. അപ്പൊ പറയാണ്, ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു വാസസ്ഥലമാണ് ശരീരം. ഒരു വീട്, ഒരു ചെറിയ ഇന്നത്തെ പോലെ വലിയ വീടുകളൊന്നും അല്ല. അതിൽ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് മുളകൊണ്ട് വലിയ മോന്തായമുണ്ട്, അതുകൊണ്ട് കഴുക്കോലൊക്കെ ഉണ്ടാക്കി 4 തൂണും കെട്ടിയുണ്ടാക്കുന്ന ഒരു പുര. അതുപോലെയാണ് നമ്മുടെ ശരീരം എന്നാണ് പറയണത്. മുതുകത്ത് ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന എല്ലാണ് മോന്തായം. അവിടുന്ന് ഇരുവശത്തേക്ക് നിൽക്കുന്ന വാരിയലുകളാണ് കഴുക്കോലുകൾ, കൈകാലുകളാണ് ഈ തൂണുകൾ. അതിനെ മേയാനുള്ള വസ്തുക്കളാണ് തൊലി, നഖം, രോമം മുതലായവ. അപ്പൊ ഒരു പുരയിൽ എന്തൊക്കെ ഉണ്ടാവുക, അതൊക്കെ ഈ ശരീരത്തിലുണ്ട്. അപ്പൊ ഇതൊരു വാസസ്ഥലമാണ്. അപ്പോ ആ വാസസ്ഥലത്തിന്റെ പ്രത്യേകതയോ ചോർന്നൊലിക്കുന്നതാ വീടേ. അതെങ്ങനെയാ ഈ ചോർന്നൊലിക്കുന്നത്? കണ്ണുകളിൽ ഉണ്ടാകുന്ന കൺപീള, മൂക്കിന്ന് വരുന്ന മൂക്കള, ചെവിയിൽ നിന്ന് വരുന്ന ചെപ്പിക്കാട്ടം, വായിൽ നിന്ന് വരുന്ന കഫം, തുപ്പല്, മാത്രല്ല ബാക്കിയുള്ളതോ മലമൂത്രങ്ങള്. ഇതൊക്കെ നാറ്റുള്ള വസ്തുക്കളാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ളതാണ്.
സർവ അശ്വതിനിധാനസ്യ കൃതഘ്നസ്യ വിനാശിനഃ ശരീരകസ്യാഭികൃതേ മൂഢാ പാപാനി കുർവതേ. എല്ലാ മാലിന്യങ്ങളുടെ ഇരിപ്പിടാണ് ഈ ശരീരം. അതിനെങ്ങനെ പൊരിഞ്ഞു കെട്ടി ഭംഗിയാക്കി കൊണ്ട് നടക്കുകയാണ് നമ്മളൊക്കെ. അപ്പൊ ആ അശുചി നിധാനമാണ് ഈ ശരീരം എന്നറിഞ്ഞാൽ അറിയാതെ നമുക്ക് വിരക്തി വരും. കാരണം ഇതിന്നൊക്കെ പുറത്തേക്ക് വരുന്നത് വൃത്തികെട്ട വസ്തുക്കളാണ്. അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നാണല്ലോ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഈ ശരീരത്തിനോട് മമത, എൻ്റെ ഞാൻ എന്നുള്ള ബോധം കൊണ്ട് ഞാൻ ഇത്ര കാലം ഞാൻ അങ്ങനെ ജീവിച്ചുവല്ലോ. അപ്പോ ഇതൊക്കെ ചോർന്നൊലിക്കുന്ന ഈ പൊര, മഴവെള്ളം കൊണ്ട് ചോർന്നൊലിക്കുന്ന പോലെ ഇത് ഇങ്ങനെയുള്ള പെരയിലുള്ള ആ മമത, എൻ്റെ ആ മോഹം, ഞാൻ എത്ര തുച്ഛാണ്, എത്ര നിന്ദ്യയാണ് ഞാൻ അങ്ങനെയുള്ളതിൽ ഈ ശരീരത്തിൽ ചിന്ത വന്നത് എന്ന് പറയാണ്. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ശരീരജീവനത്തിന് എന്തെല്ലാം വഴികളുണ്ട് സമ്പാദിക്കാൻ, പണം സമ്പാദിക്കാൻ. എന്നാൽ ഞാനോ ശരീരം വിറ്റിട്ടാണോ പണം സമ്പാദിച്ചത്. അതുകൊണ്ട് ആ ചൈതന്യമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ അറിയാതെ ഈ വൃത്തികെട്ട ശരീരത്തെ ഓടിപിടിപ്പിച്ച് മറ്റുള്ളവർക്ക് സമർപ്പിച്ച് ജീവിക്കുക എന്നുള്ള നിന്ദ്യമായ കർമ്മം ചെയ്ത എനിക്ക് എന്താ ഒരു മടുത്തു ഈ ജീവിതത്തില്. ഇനി ചൈതന്യമൂർത്തിയായ ഭഗവാനെ കുറിച്ച് അല്ലാതെ ഞാൻ ചിന്തിക്കില്ല. ദേവന്മാരും മനുഷ്യരുമൊക്കെ കാലഭയത്തിന് മുക്തരല്ല. എന്നാൽ ഈ കാലഭയത്തിൽ നിന്നും സംസാര ദുഃഖത്തിൽ നിന്നും അതൊക്കെ അകറ്റി പരമാനന്ദം അരുളാൻ നമ്മുടെ ഉള്ളിലൊക്കെ കുടികൊള്ളുന്ന ചൈതന്യമൂർത്തിക്കേ കഴിയൂ. മറ്റാർക്കും അതിന് കഴിയുകയില്ല. അതുകൊണ്ട് ആ ചൈതന്യമൂർത്തിയായ, എന്നിൽ തന്നെ കുടികൊള്ളുന്ന ആ ചൈതന്യമൂർത്തിയായ ഭഗവാനെ തന്നെ ഞാൻ ആശ്രയിക്കുകയാണ്. അദ്ദേഹമാണ് എന്റെ ഭർത്താവ്. ഈ ഇഹലോകത്തിലും പരലോകത്തിലും ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഭർത്താവിനെ ആർക്ക് കിട്ടും? അദ്ദേഹത്തിന് അല്ലേ സാധിക്കുള്ളൂ ഇതിനെ രക്ഷിക്കാൻ. അപ്പോ ഈ വീട് എന്ന് പറഞ്ഞാൽ അതൊരു പൊട്ടക്കിണറാണെന്നാണ് പറയണത്. എന്താണ് ആ കിണറ്? നമ്മുടെ ഉള്ളിലുള്ള ഓരോരോ അശുദ്ധ വിചാരങ്ങളാകുന്ന വിഷയവാസനകളാകുന്ന പൊടിപടലങ്ങൾ കൊണ്ട് ആ അന്ധകൂപത്തിൽ വീണ് കിടക്കുകയാണ് നമ്മൾ ഓരോരുത്തരുടെ ശരീരം, ഓരോരുത്തരുടെ ആത്മാവും. അതിൽ കിടക്കുന്ന, അതിൽ മനസ്സാകുന്ന കണ്ണിന്റെ കാഴ്ചയൊക്കെ ശക്തി നശിച്ചു ഈ പൊടിപടലങ്ങളെ കൊണ്ട്. അന്ധകൂപത്തിലെ കിണറ്റില് വീണ് കിടക്കുന്ന നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കാൻ, ഈ കാലഭയത്തിൽ നിന്നും ഈ ദുഃഖത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ പരമാനന്ദ സ്വരൂപനായ, സച്ചിദാനന്ദ സ്വരൂപനായ, പരമകല്യാണനിധിയായ ഭഗവാനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അതുകൊണ്ട് എനിക്ക് തന്ന ഈ വൈരാഗ്യത്തെ സന്തോഷമായി കരുതിയിട്ട് ഞാൻ ആ പരമാനന്ദ സ്വരൂപനായ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പോകും, ചിലപ്പോ ശരിയാണോ തെറ്റാണോ അതിന് നമ്മുടെ മനസ്സാക്ഷി നമ്മളെ ചിലപ്പോൾ ഒന്ന് തടയും. ആ പരമാത്മ ചൈതന്യമാണ് നമ്മളെ അതിൽ നിന്ന് തെറ്റായ പ്രവൃത്തിയിൽ പോകുമ്പോൾ തടയുന്നതും നമ്മളെ സഹായിക്കുന്നതും. പക്ഷെ നമ്മളാരും അതറിയണില്ല. നമ്മുടെ എല്ലാ ശരീരത്തിലും എല്ലായിടത്തും ആ ചൈതന്യമൂർത്തി ഇല്ല എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? കയ്യനങ്ങണമെങ്കിൽ കണ്ണുകൊണ്ട് കാഴ്ച, ഈ കണ്ണിന് കാഴ്ചശക്തി, ആ പ്രകാശ സ്വരൂപനായ ഭഗവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഒന്നിലും കുടികൊള്ളുന്നില്ല എങ്കിൽ ഇന്ദ്രിയങ്ങൾക്കൊന്നും നമുക്ക് ശക്തിയില്ല. അതുകൊണ്ട് ആ പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ തന്നെയാണ് എനിക്ക് പരമമായ സ്ഥാനം, മുക്തിസ്ഥാനം എന്ന് കരുതി ആ പിങ്കള സന്തോഷമായി സമാധാനായിട്ട് ഇരുന്നു. അപ്പോൾ ഇതേ ആശയം, ഈ പൊട്ടക്കിണറിന്റെ ആശയം പ്രഹ്ലാദൻ അച്ഛനോട് പറയുന്നുണ്ട്. എന്താ നീ പഠിച്ചത് നല്ലത് എന്താന്ന് പല പ്രാവശ്യം ചോദിച്ചപ്പോൾ ഒരിക്കൽ പറയണം, അച്ഛാ ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം. നമ്മളെ ഓരോരുത്തരുടെയും ശരീരത്തെ, ആത്മാവിനെ തള്ളിയിടുന്ന പൊട്ടക്കിണറാണ് വീട്. അത് ഉപേക്ഷിച്ച് വിജനമായ സ്ഥലത്ത് പോയി തപസ് ചെയ്യൂ അച്ഛാ എന്ന് കൊച്ചു പ്രഹ്ലാദൻ അച്ഛനെ ഉപദേശിച്ചു എന്നാ. അപ്പോ ഈ ഗൃഹം, ഭാര്യ, പുത്രന്മാര്, മറ്റു ബന്ധുജനങ്ങള് എന്നൊക്കെ വിചാരിച്ച് അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിതം നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാത്രല്ല ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉദ്ധരേത ആത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധോ ആത്മൈവരിപുരാത്മനഃ. നമ്മുടെ മനസ്സൊക്കെ വിഷയവാസനകളിലും ഒഴുകിക്കിടക്കുകയാണ്. അങ്ങനെയുള്ള മനസ്സിനെ ബുദ്ധി കൊണ്ട്, വാസ്തവജ്ഞാനം മനസ്സിലാക്കിയിട്ടുള്ള ബുദ്ധി കൊണ്ട് ആ ആത്മാവിനെ നമ്മൾ ഉദ്ധരിക്കണം. വിഷയവാസനയിൽപ്പെട്ട് അധപ്പതിക്കരുത് നമ്മളാരും. കാരണം നമ്മളുടെ ശത്രു
നമ്മൾ തന്നെ. ആത്മാവിന്റെ ശത്രു ആത്മാവ് തന്നെ, ആത്മാവിന്റെ ബന്ധു ആത്മാവ് തന്നെയാണ്. ഇത്ര നാള് വരെ പിങ്കളയുടെ മിത്രമായിരുന്ന ആത്മാവ് തന്നെയാണ് ഇപ്പൊ ശത്രുവായിരുന്ന ആത്മാവ് തന്നെയാണ് ഇപ്പൊ മിത്രമായി വർത്തിച്ചത്. നോക്കൂ ആ പിങ്കളയുടെ ഒരു മഹത്വം. ഇങ്ങനെ പിങ്കള ചിന്തിച്ച് ഇനി എനിക്ക് യാതൊരു ക്ലേശമില്ല, ആ പരമാത്മ ചൈതന്യത്തെ അറിഞ്ഞ് ഞാൻ സുഖമായിരിക്കുമെന്ന് വിചാരിച്ചെന്ന് കിടന്നു എന്നാണ് പറയണം. അപ്പൊ എന്താ ഈ കഥയെന്ന് അവധൂത നമുക്ക് മനസ്സിലാക്കുന്ന തത്വം. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. മനുഷ്യനെ നശിപ്പിക്കുന്ന അന്ധകൂപത്തിലേക്ക് തള്ളിയിടുന്നത് ആശാപാശങ്ങളാണ്. ആശയാകുന്ന ഓരോന്നും നമ്മളെ നശിപ്പിക്കുന്നതാണ്, അത് ദുഃഖമുണ്ടാക്കുന്നതാണ്. എന്നാൽ സുഖമുണ്ടാക്കുന്നത് എന്താണ്? നൈരാശ്യം, ഒരാഗ്രഹവും ഇല്ല, ഒരാശയവും ഇല്ല, ഇങ്ങനെ ജീവിക്കുക, അതാണ് പരമമായ സുഖം. ഇത് സഞ്ചിത്യകാന്താശാം സുഖം സുഷ്വാപ പിങ്കള. ഇതുവരെ വിഷമിച്ച് നടന്ന പിങ്കള ഇതൊക്കെ ചിന്തിച്ചപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങി എന്നാണ്. അതുകൊണ്ട് മനസ്സിന് വൈരാഗ്യം വേണം, വിഷയസുഖങ്ങളിൽ നിന്ന് പിന്തിരിയണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആത്മാവിനെ അറിഞ്ഞു ജീവിക്കണമെന്ന് പിങ്കളയിൽ നിന്നാണ് ഞാൻ ആ വൈരാഗ്യം പഠിച്ചത്. അതുകൊണ്ട് പിങ്കള എൻ്റെ ഒരു ഗുരുവായി എന്ന് അദ്ദേഹം പറയണം. പിന്നീട് പറയുന്ന തത്വം ഒരു പക്ഷിയാണ്, കുരരപ്പക്ഷി എന്ന് പറഞ്ഞിട്ട്. പരിഗ്രഹോയ ദുഃഖായ യത്തത് പ്രിയതരം നൃണാം. നമുക്ക് പല വസ്തുക്കളോട് ഇഷ്ടം തോന്നും. ഇഷ്ടം തോന്നുമ്പോൾ അതിനെ നമുക്ക് സ്വീകരിക്കണം, വാങ്ങണം തോന്നും. വാങ്ങണം തോന്നിയ കിട്ടിയില്ലെങ്കിലോ ദേഷ്യം വരും. ഭഗവത്ഗീതയിൽ പറയുന്നു, എന്തിനോടാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത്? കാമാ സഞ്ജായതേ ക്രോധ, ക്രോധ ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ, ബുദ്ധിനാശാൽ പ്രണശ്യതി. ഈ സംഘത്തിൽ നിന്നാണ് നമുക്ക് പൊട്ടലിൽ നിന്നാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാവണം. എന്തെങ്കിലും വസ്തുവിനോട് നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ സംഘാസഞ്ചായതേ കാമുണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹം നടത്തണം എന്നങ്ങോട്ട് തോന്നി അതിന് എന്തെങ്കിലും തടസ്സം തോന്നോ ദേഷ്യം വരുമ്പോ പിന്നെ എന്താ വേണ്ടതെന്ന് നിശ്ചയില്ല. അപ്പോ ബുദ്ധിയൊക്കെ ഭ്രമം, സ്മൃതിഭ്രംശം വരും. സ്മൃതിഭ്രംശം വരുമ്പോ ബുദ്ധിനാശായി, ബുദ്ധി നശിക്കുമ്പോ നശിച്ചു പോകും. ഇങ്ങനെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? ഓരോരോ വസ്തുക്കളോട് നമുക്ക് തോന്നുന്ന ഇഷ്ടം. ആ ഇഷ്ടം പാടില്ല, അനിഷ്ടവും വേണ്ട. ഇഷ്ടവും വേണ്ട, അനിഷ്ടവും വേണ്ട. ഇഷ്ട അനിഷ്ടേഷു തുഷ്ടിവ്യസന വിരഹിത. ഇഷ്ടത്തിലും അനിഷ്ടത്തിലും സന്തോഷമോ വ്യസനമോ ഇല്ലാതെ സഞ്ചരിക്കണം എന്ന് ഞാൻ പഠിച്ചത് ഒരു പക്ഷിയിൽ നിന്നാണ്. നോക്കൂ, മനുഷ്യരിൽ നല്ല പല പല ജീവിജാലങ്ങളിൽ നിന്നാണ് അവധൂതൻ മനസ്സിലാക്കിയത് എന്നാണ് പറയുന്നത്. ഒരു പക്ഷി, ഒരു കുരരപ്പക്ഷി തന്റെ കൊക്കിലൊരു മാംസമായിട്ട് ഇങ്ങനെ പറന്നു വരികയാണ്. അപ്പോ ആ മാംസം സ്വസ്ഥമായിട്ട് സ്ഥലത്ത് വന്നിരുന്ന വല്ല മരത്തിന് പോത്തിലും വെച്ച് തിന്നാഞ്ചിതാവും, അത് പറന്നു വരുന്നുണ്ടാവുക. ഇത് കണ്ടപ്പോ മറ്റു പക്ഷികളൊക്കെ ആ മാംസം തട്ടിപ്പറിക്കാനായിട്ട് ഓടി വന്നു, വഴക്കായി. അപ്പൊ കുരരപ്പക്ഷി വേഗം ആ മാംസം വിട്ട് ഓടിപ്പോയി. ഇത് കണ്ടപ്പോഴാണ് ആ അവധൂതന് മനസ്സിലായത് എന്ത്? ഏതിനോട് നമുക്ക് മമതയും ഇഷ്ടവും തോന്നുന്നുവോ അത് സ്വീകരിക്കുന്നത് നമുക്ക് ദുഃഖ കാരണമാണ്. അതുകൊണ്ട് അകിഞ്ചനായിട്ട് സഞ്ചരിക്കണം. ഒന്നും വേണ്ട, കിട്ടിയത് മതി, കിട്ടിയില്ലേ വേണ്ട. ഇങ്ങനെയുള്ള ആ മമതയോ അനിഷ്ടമോ തോന്നാത്ത രീതിയിൽ നാം ഓരോരുത്തരും ജീവിക്കണം. കാരണം അനിഷ്ടങ്ങളല്ല നമുക്ക് പ്രധാനം. എന്താണ് പ്രധാനം? ആത്മതത്വം അറിയുക എന്നുള്ളതാണ്. ഈ ആത്മതത്വം അറിയണമെങ്കിൽ ഇഷ്ടവസ്തുക്കൾക്ക് പിന്നാലെ പോയാൽ അതിനെ നേടിയ ആനന്ദം അതാണ് നമ്മൾ കണ്ടുപിടിക്കുക. അനിഷ്ടം വന്നാൽ ദേഷ്യവും വരും. അപ്പൊ ഇത് രണ്ടും ക്രോധം പരിത്യജിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാമായണത്തില്. ബുധജനം, അറിവുള്ള ആൾക്കാർ ക്രോധം ഉപേക്ഷിക്കണം. ക്രോധമല്ലോ യമനായതു നിർണയം. അപ്പൊ എല്ലാറ്റിനെയും സംഹരിക്കാനുള്ള ആളാണ് ക്രോധം. അതുകൊണ്ട് ഈ ക്രോധം ഉണ്ടാവാതിരിക്കാൻ, കാമം ഉണ്ടാവാതിരിക്കുക, ആഗ്രഹമില്ലാതിരിക്കുക, ഒന്നിനെയും ഇഷ്ടപ്പെടാതിരിക്കുക, ഒന്നിനെയും അനിഷ്ടപ്പെടാതിരിക്കുക. ഇത് ഞാൻ മനസ്സിലാക്കിയത് ഈ കുരരപ്പക്ഷിയിൽ നിന്നാണ്. അതുകൊണ്ട് കുരരപ്പക്ഷി എൻ്റെ ഒരു ഗുരുവായി എന്ന് അദ്ദേഹം പറയണം അവധൂതൻ. അടുത്തത് അവധൂതൻ പറയുന്നത് ഒരു ബാലനാണ്, ഒരു കുട്ടി. ഈ കുട്ടിയിൽ നിന്ന് എന്താ നമുക്കൊക്കെ പഠിക്കാനുള്ളത്? എന്നാൽ അവധൂതന് അതൊന്നും പഠിക്കാണ്ടായിന്നാ. എന്താ പഠിച്ചത്? നമേ മാനാവമാനൗസ്ത നമേ ചിന്താ ഗേഹപുത്രിണാം ആത്മക്രീഡ ആത്മരതി വിചരാമീഹ ബാലവത്. ഒരു കുട്ടി, എന്താ കുട്ടിയുടെ പ്രത്യേകത? കുട്ടിക്ക് കളിക്കണം ചിന്ത മാത്രമേ ഉള്ളൂ.
അപ്പൊ കളിപ്പാട്ടങ്ങൾ കിട്ടിയാൽ ആ കുട്ടി അവിടെ ഇരുന്ന് കളിച്ചോളും. ആരും സഹായം വേണമെന്നില്ല. കളിക്കും, കുറെ നേരം കളിക്കുമ്പോൾ മടുക്കും, ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും, എണീക്കും, വീണ്ടും കളിക്കും. ബാഹ്യ ചിന്തകളൊന്നുമില്ല. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താ നടക്കണം, ഇവിടെ എന്താ നടക്കണം ഒന്നും കുട്ടി ചിന്തിക്കില്ല. അതുപോലെ ആവണം നമ്മൾ എന്നാണ് പറയണത്. ബാഹ്യ ചിന്തകളൊന്നും കൂടാതെ ഏകാഗ്രമായിട്ട് ഈ കാക്ക കണ്ടിട്ടില്ലേ, അതിന് വേണ്ട ആഹാര സാധനം കിട്ടാൻ ലാക്കു നോക്കി വരണത്, കാകദൃഷ്ടി. അതുപോലെ ആവണം. പരമാത്മ തത്വം ഗ്രഹിക്കാൻ എവിടെ നോക്കിയാണോ സൗകര്യം അവിടേക്കൊക്കെ അങ്ങനെ ലാക്കു നോക്കി നടക്കണം എന്ന്. അത് ഈ കുട്ടിയിൽ നിന്നാണ് ഇദ്ദേഹം പഠിച്ചത്. കുട്ടിക്ക് യാതൊരു ചിന്തയില്ല. അവൻ ആത്മക്രീഡ, ആത്മരതി, തന്നെ കളിക്കുക, അതിൽ സന്തോഷിക്കുക. അതുപോലെ ആവണം ഒരു യതി, ഒരു യോഗി. യോഗി എന്നാണതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊക്കെയും അത് ബാധകമാണ്. അവധൂതൻ പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് പഠിച്ചത് ഇതാണ്, നമ്മളും അത് പഠിക്കുകയാണ്. അപ്പൊ എന്താണ്, എനിക്ക് ഗേഹപുത്ര അങ്ങനെ അതിലുള്ള യാതൊരു ചിന്തയില്ല, ബാഹ്യ ചിന്തയില്ല. ആത്മാവിനെ അറിഞ്ഞ് ആ ആത്മാവിന്റെ ഭഗവത് ലീലകൾ ഇങ്ങനെ അറിഞ്ഞ് അനുഭൂതി അനുഭവിച്ച് അതിലിങ്ങനെ ലയിച്ചു നടക്കലാണ്. അങ്ങനെ നടക്കുമ്പോ ആത്മാവിനെ അറിഞ്ഞറിഞ്ഞ് നടക്കുന്ന ആൾക്ക് മറ്റുള്ള ആൾക്കാരൊന്നും കാണില്ല. അതൊക്കെ ഈശ്വര ചൈതന്യ, വേറൊരാളാ തോന്നുകയില്ല. അങ്ങനെ ആത്മരഥനായിട്ട് സഞ്ചരിക്കാൻ ഒരു യോഗി, ഒരു സന്യാസി തയ്യാറാവണം. സന്യാസിയാണെങ്കിലും നമ്മളൊക്കെയും അങ്ങനെ ആവണം. എന്ത് ആത്മക്രീഡ, ആത്മരഥന്മാരായിട്ട്. ആത്മാവ് നിത്യനാണ്, ഏകനാണ്, അചനാണ്, ശാശ്വതനാണ്. നമ്മുടെ ശരീരമൊക്കെ നശിക്കുന്നതാണ്. അതുകൊണ്ട് ഈ നശിക്കുന്ന ശരീരത്തിന് വേണ്ടിയുള്ള മമതകൾ ഉപേക്ഷിക്കണം എന്ന് ചിന്തിച്ച് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആത്മചൈതന്യത്തെ അറിഞ്ഞ് ആനന്ദിച്ച് അനുഭൂതിയിൽ നടക്കാൻ ഈ കുട്ടിയാണ് എനിക്കതിന് പാഠമായി തീർന്നത് എന്ന് പറയാണ്. ആ കുട്ടിയെ കണ്ട് ഞാൻ പഠിച്ചു എന്ന്. അപ്പോ ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലുതൗ. ഇവർ രണ്ടുപേരും പരമാനന്ദത്തിൽ മുങ്ങിയവരാ. ആ രണ്ടുപേരും യോ വിമുക്തോ ജഡോ ബാലഃ, ബാഹ്യചിന്തയൊന്നുമില്ലാതെ സ്വയം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയും, ഗൃഹപുത്രാദികൾ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ലാത്ത സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങളോ ഒന്നും ചിന്തയില്ലാത്ത യോഗിയും പരമ സന്തോഷം അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് ഓരോ ജീവിയും, ഓരോ മനുഷ്യനാണ് ചിന്തിക്കാൻ ബുദ്ധിയുള്ളവര്. ആ ചിന്തിക്കാൻ ബുദ്ധിയുള്ള ഓരോരുത്തരും ആത്മക്രീഡ, ആത്മരഥന്മാരായിരിക്കണം. ലൗകിക സുഖ ജീവിതങ്ങൾക്കൊക്കെ കുറെ സുഖങ്ങൾ വേണ്ടെന്നൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ആസക്തി ആവരുതെന്നാ. അസക്തനായിട്ട് അത്യാവശ്യത്തിന് എല്ലാം സർവത്ര വർജയെന്ന ഈ എന്നുള്ളത് കുറയ്ക്കണം, അത് വർജിക്കണം. ആവശ്യത്തിന് മാത്രം. അങ്ങനെ ആത്മാവ് ഇതൊക്കെ ഈശ്വര ചൈതന്യം തന്നെയാണ്. നമ്മളിലൊക്കെ ഈശ്വര ചൈതന്യം ഉണ്ട് എന്ന് അറിഞ്ഞ അനുഭൂതി, അത് അനുഭവിക്കണം. ഈശ്വരൻ എവിടെ, ഈശ്വരൻ ആരാ, എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണു എന്നൊക്കെ പറയാം. കാണില്ല ഈശ്വരനെ, ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ആത്മചൈതന്യം എന്നിലുണ്ട് എന്നറിഞ്ഞ് ആത്മസംതൃപ്തനായി നടക്കണമെന്ന് കുട്ടിയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് കുട്ടി എൻ്റെ ഒരു ഗുരുവായി എന്ന് പറയണം. ഈ അടുത്തത് കുമാരിയാണ്, ഒരു പെൺകുട്ടിയാണ്. ഒരു വീട്ടിലൊരു കന്യക ഉണ്ടായിരുന്നു. സാധാരണ പെൺകുട്ടികളൊക്കെ വീട്ടുകളിൽ പ്രായമായാൽ ആ കുട്ടികളെ കല്യാണം ആലോചിക്കാൻ ആൾക്കാർ വരും. അങ്ങനെ വിവാഹാലോചനയ്ക്ക് വന്ന സമയത്ത് അവിടെ അച്ഛനമ്മമാരോ ബന്ധുജനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വന്നവരെ ഈ കുട്ടി തന്നെ സൽക്കരിക്കണല്ലോ. അതെന്താ സൽക്കരിക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോ അരിയൊന്നും ഇല്ല, അരി തീർന്നു. അപ്പൊ എന്തെങ്കിലും പലഹാരോ അല്ലെങ്കിൽ ചോറോ വെച്ചു കൊടുക്കണമെങ്കിൽ അരി വേണ്ടേ. അതുകൊണ്ട് ആ കുട്ടി എന്തു ചെയ്തു, നെല്ലെടുത്ത് കുത്താൻ തുടങ്ങി. അപ്പൊ അന്നത്തെ ആചാരപ്രകാരം കയ്യിലൊക്കെ ശംഖുവള ധരിക്കണം എന്നൊരു ആചാരം, ഒരു സമ്പ്രദായമാണ്. അങ്ങനെ ഈ കുട്ടിയുടെ കയ്യിൽ ധാരാളം വളകളുണ്ടായിരുന്നു. ഈ കുട്ടി ഇങ്ങനെ നെല്ലിങ്ങനെ കുത്താൻ തുടങ്ങിയപ്പോ ഈ വളകൾ ഇങ്ങനെ കിടന്ന് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ കുട്ടിക്ക് നാണം തോന്നി. ഈ ശബ്ദം കേട്ടാൽ ഈ വന്ന ആൾക്കാര് എൻ്റെ വീടിന്റെ താണസ്ഥിതിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കില്ലേ, അത് വേണ്ടാന്ന് വെക്കില്ലേ, വേണ്ട എന്ന് വിചാരിച്ച് വളകൾ ഓരോന്നോരോന്നായി ഊരി വെച്ചു. ആ കുട്ടി സമ്പ്രദായ പരിപാടി വളകൾ മാത്രം ആ കുട്ടി ധരിച്ചു. എന്നിട്ട് വീണ്ടും നെല്ലുകുത്താൻ തുടങ്ങി. അപ്പോഴും ഈ 2 വളകൾ ശബ്ദം ഉണ്ടാക്കി. അപ്പൊ കുട്ടിക്ക് തോന്നി ഇതും അവർ കേൾക്കൂലോ. അപ്പൊ ഒരു വള ഊരിക്കളഞ്ഞു. ഓരോ വളം മാത്രം കയ്യിലിട്ട് ആ കുട്ടി നെല്ലുകുത്താൻ തുടങ്ങി. അപ്പൊ ശബ്ദം ഉണ്ടായോ ഇല്ല എന്നാണ് പറയുന്നത്. ഇതിലിപ്പോ എന്താ ഒരു പ്രത്യേകത ഉള്ളത്? ഈ കുട്ടി ഇങ്ങനെ നെല്ല് കൊത്തി വളകൾ ഊരി ഒറ്റ വളയിട്ടു എന്ന് കണ്ടതിൽ നിന്ന് അവധൂതൻ അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പഠിക്കുക? എന്താ തത്വം? വാസോ ബഹൂനാം കലഹോ ഭവേത് വാർത്താദ്വയോരവി ഏകയേവ ചരേ തസ്മാത് കുമാര്യ ഇവ കങ്കണഃ. കുറെ ആൾക്കാർ കൂടുന്ന വീട്ടിലായാലും സ്ഥലത്തായാലും
വാക്ക് തർക്കം, കലഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. രണ്ടാള് തന്നെ താമസിച്ചാൽ തന്നെ വർത്തമാനത്തിൽ കൂടെ വിരോധം വരും, അസ്വസ്ഥത ഉണ്ടാവുന്ന. അതുകൊണ്ട് ഏകയേവ ചരേത്, ഏകനായി തന്നെ സഞ്ചരിക്കണം. കാരണം ഈ ഗൃഹം സ്വന്തക്കാരെന്നുള്ള തോന്നൽ വരുമ്പോഴാണല്ലോ നമുക്ക് ഇഷ്ടമില്ലാത്ത പറയുമ്പോൾ ദേഷ്യം വരിക, ഇഷ്ടമുള്ളത് പറയുമ്പോൾ സന്തോഷം തോന്നുക. ഇതൊക്കെ തോന്നുന്നത് എൻ്റെ വീട്, എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമക്കൾ എന്നുള്ള ചിന്ത കൊണ്ടാണ്. ഈ ചിന്തയൊന്നും ഇല്ല. ഇതൊക്കെ വിട്ടിട്ട് ഏകനാണ് ഞാൻ, ഏകനായിട്ടാണ് വന്നത്, ഏകനായി തന്നെ പോണം. ഭഗവാൻ എന്നിലുണ്ടെങ്കിൽ ആ ഭഗവത് പദത്തിലേക്ക് എത്താൻ ആരും എന്നെ സഹായിക്കില്ല, ഞാൻ മാത്രം വേണം എനിക്ക് എത്താനായിട്ട് എന്ന് ചിന്തിച്ചിട്ട് ഏകനായി, ആ ഒരു അദ്വൈത സിദ്ധാന്താണത്. ആ ഏകനായിട്ട് മറ്റൊരു ചിന്തയില്ലാതെ സഞ്ചരിക്കണം. ആരോടെങ്കിലും വർത്താനം വരാണ്ടെങ്കിലല്ലേ സംസാരിക്കുള്ളൂ. അപ്പൊ ഒറ്റയ്ക്കാകുമ്പോ ഒരു സംഭാഷണം ഉണ്ടാവില്ല, ഒരു സംസാരം ഉണ്ടാവില്ല. അപ്പൊ വേറെ ചിന്തകളും വരില്ല. ഈ ആത്മചൈതന്യത്തെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കണം എന്ന് കുമാരിയുടെ കങ്കണത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. നോക്കൂ, ഈ അവധൂതൻ എത്ര പ്രായമുള്ള ആളാ, അതും ദത്താത്രേയ മഹർഷിയാണ്, എത്ര ജ്ഞാനിയാ. എന്നിട്ട് പോലും അദ്ദേഹം ഈ പക്ഷിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വായുവിൽ നിന്നും ഒക്കെ ഓരോന്നോരോന്ന് പഠിച്ചു നമുക്ക് മനസ്സിലാക്കി തരാണ്. അങ്ങനെ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന്, ആ കുമാരിയുടെ കങ്കണത്തിൽ നിന്ന് മനസ്സിലാക്കിയ അവധൂതൻ തീരുമാനിച്ചു, ഇനി ഞാൻ ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കില്ല, ഏകനായിട്ടേ സഞ്ചരിക്കുള്ളൂ എന്ന്. ഇനി ഗുരു, നമ്മൾ ഓരോരുത്തരും വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും, മനസ്സിങ്ങനെ പോകും. പല പല സ്വപ്നങ്ങളായിരിക്കും ചിലത്. വെറുതെ ഇരിക്കുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ഈ അവധൂതൻ നമുക്ക് മനസ്സിലാക്കി തരാണ്, നമ്മുടെ മനസ്സിനെ ഏതൊന്നിലാണോ സ്ഥിരമായിട്ട് നിർത്തുന്നത് അതിൽ നാം മനസ്സിനെ വ്യതിചലിപ്പിക്കാൻ സാധിക്കില്ല. സ്ഥിരമായിട്ട് ഒന്നിൽ തന്നെ നിർത്തുക. അപ്പൊ വേറൊന്നും ചിന്തിക്കാനുള്ള അവസരം കിട്ടില്ല. ഈ സ്ഥിരമായിട്ട് കർമ്മവാസനകളാണ് നമ്മുടെ മനസ്സില് അശുദ്ധിയും ചലനമൊക്കെ ഉണ്ടാക്കുന്നത്. ഈ കർമ്മവാസനകളാണ് മനസ്സിൽ അശുദ്ധിയും ചലനമാണ് വിക്ഷേപം ലയം എന്ന് പറഞ്ഞ രണ്ട് ദോഷങ്ങള് മനസ്സിന്റെ. ഈ ദോഷങ്ങള്, വിക്ഷേപം ലയം എന്ന രണ്ട് ദോഷങ്ങൾ തീരണമെങ്കിൽ കർമ്മവാസനകൾ അവസാനിക്കണം. ഈ കർമ്മവാസനകൾ അവസാനിക്കണമെങ്കിൽ എവിടെയാണോ മനസ്സിനെ നിർത്തേണ്ടത് അവിടെ കൊണ്ട് നിർത്തണം. കർമ്മവാസനകൾ നീങ്ങാൻ ഏതു പദത്തിൽ ചെന്നാലാണോ അത് നിൽക്കുക അവിടെ മനസ്സുറപ്പിക്കുക. അതാണ് ഭഗവത് പദം. ആ ഭഗവത് പദത്തിലേക്ക് മനസ്സ് ഉറപ്പിച്ചാൽ പിന്നെ അവിടുന്ന് ഇളകില്ല. ഒരു കുറ്റി അടിച്ച് വേലി കെട്ടാൻ കുറ്റിയോട് അമർത്തി അടിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുറ്റിയോടൊന്നും ഇളകില്ല. പിന്നെ നമ്മൾ വലിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ വലിച്ചെടുക്കാൻ നോക്കാതെ ഉറപ്പിച്ചു വെക്കണം പരമാത്മാവില് എന്ന് ആ തത്വം. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഈ രജോ ഗുണം തമോ ഗുണം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഈ വിക്ഷേപവും ലയവും ഉണ്ടാവണം. വിക്ഷേപം ഉണ്ടാവുന്നത് രജോ ഗുണത്തിൽ നിന്നും, ലയം ഉണ്ടാകുന്നത് തമോ ഗുണത്തിൽ നിന്നുമാണ്. അപ്പൊ ഈ രജോ ഗുണവും തമോ ഗുണവും അവസാനിപ്പിക്കണമെങ്കിൽ സത്വഗുണം വർദ്ധിപ്പിക്കണം. സത്വഗുണം വർദ്ധിച്ചാലോ തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. അർജുനോട് പറയാണ്, നിർമ്മലമാക്കുന്ന ഗുണമാണ് സത്വഗുണം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നൊക്കെ ഈ ഗുണങ്ങൾ ഉണ്ടാവും. സാത്വികാഹാരം, രാജസാഹാരം, താമസാഹാരങ്ങളൊക്കെ ഉണ്ട്. ഈ ആഹാരമൊക്കെ കഴിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം വരുന്നത്. അപ്പൊ സത്വഗുണമുള്ള ആഹാരം കഴിച്ചാൽ നമ്മൾക്ക് സത്വഗുണം വർദ്ധിക്കും. ഈ സത്വഗുണം വർദ്ധിക്കും തോറും രജോ ഗുണം കുറയും, തമോ ഗുണം കുറഞ്ഞ് സാത്വികനാകും. ഈ സത്വഗുണം വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുണാതീതനാവണം. അതെങ്ങനെ? ഈ ഒരു വിറക് കത്തി കുറേ കത്തി കഴിഞ്ഞാല് അഗ്നി കത്തിക്കൊണ്ടിരിക്കുമ്പോ അഗ്നിക്ക് പ്രകാശമുണ്ട്. കത്തി കഴിഞ്ഞാൽ അഗ്നിയുടെ ഭസ്മാവും അത് നിലയ്ക്കും. അതുപോലെ രജോ ഗുണം തമോ ഗുണം പോകുമ്പോ സത്വഗുണം നമ്മുടെ മനസ്സിൽ ഉറച്ച് അറിയാതെ നമ്മുടെ മനസ്സ് നിർമ്മലമായി സമാധി എന്ന അവസ്ഥയിലെത്തിക്കും. ആ സമാധിയിലൂടെ നിർവ്വാണത്തിലെത്താൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആരിൽ നിന്നാണെന്നാണ് അവധൂതൻ പറയുന്നത്. ഒരു ബാണമുണ്ടാക്കുന്ന ഇഷുകാരൻ എന്നാണ് പറയുന്നത്. ഇഷുച്ച ബാണം ഉണ്ടാക്കുന്ന ആള് ബാണം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അടുത്തുകൂടെ രാജാവ് അകമ്പടിയോടുകൂടി വാദ്യഘോഷങ്ങളോടുകൂടി എഴുന്നള്ളുണ്ട്. ഈ ഇഷുകാരൻ അതൊന്നും അറിയണില്ല. അയാൾക്ക് ആ ബാണത്തിന്റെ മുനമ്പ് ശരിയാക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ, മറ്റൊന്നും അറിയുന്നില്ല അയാള്, ആ മനുഷ്യൻ. അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ത്?
മനസ്സിനെ ഏകാഗ്രമായി ഒന്നിൽ തന്നെ നിലനിർത്തിയാൽ മറ്റൊരു സ്ഥലത്തേക്കും പോകില്ല. ആ സ്ഥലം ഭഗവത് പദമാണ് എന്ന് ഞാൻ ഇഷുകാരിൽ നിന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഇഷുകാരൻ എൻ്റെ ഒരു ഗുരുവായി എന്ന് പറയണം. പിന്നെ അദ്ദേഹം പറയുന്ന അടുത്ത ഗുരുനാഥൻ ഒരു സർപ്പാണ്. സർപ്പത്തിൽ നിന്ന് ഇപ്പൊ എന്താ പഠിക്കുക? ഏകചാരി അനികേതസ്യാത് അപ്രമത്തോ ഗുഹാശയഃ അലക്ഷ്യമാണ ആചാരൈഹി മുയ് ഏകോ അല്പഭാഷണഃ. സാധാരണക്കാരോട് കൂടി ചേർന്നിരിക്കരുത്, സാധാരണക്കാരുടെ കൂട്ടത്തിൽ ചെന്നിരിക്കരുത്. മാത്രല്ല ഇരിക്കാൻ സ്വന്തമായിട്ടൊരു വാസസ്ഥാനം ഉണ്ടാക്കരുത്. എന്നാൽ സഞ്ചരിക്കുമ്പോഴോ ഞാൻ ഇന്ന ആളാണ്, ഞാൻ കേമനാണ്, മഹാനാണ്, ആ വൈഭവം ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ സഞ്ചരിക്കണം ഒരു ജ്ഞാനി. കാരണം ബ്രഹ്മമാണ് ഏറ്റവും വലുത്. ഞാൻ ആരാ? ആ ബ്രഹ്മം അറിഞ്ഞിരിക്കുന്ന ഒരു ജ്ഞാനി യാതൊരു ചലനമില്ല, ഏകനായിട്ട് വളരെ ആയിട്ട് സഞ്ചരിക്കും. ഈ സർപ്പത്തിനെ പോലെ. അപ്പൊ എന്താ ഈ സർപ്പത്തിനെ പറയാൻ കാരണം? സർപ്പം താമസിക്കാനായിട്ട് സ്വന്തമായിട്ടൊരു മാള ഉണ്ടാക്കില്ല. ഉന്തുരോർമന്തിരേഷു എന്ന നാരായണത്തിൽ പറയണ എലിയോ മറ്റു ജന്തുക്കളോ ഉണ്ടാക്കിയ മാളങ്ങളിലാണ് അത്ര പാമ്പ് ചെന്ന് താമസിക്കുക. അതിങ്ങനെ സഞ്ചരിക്കുകയുള്ളൂ, അത് ഉപദ്രവിക്കൊന്നുമില്ല. നമ്മൾ ഉപദ്രവിക്കുമ്പോഴാണ് നമ്മളെ ഉപദ്രവിക്കണത്. പക്ഷേ നമ്മൾക്കും പേടി, അവർക്കും പേടിയാ. അവരിങ്ങനെ സഞ്ചരിച്ച് തന്നെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് പാമ്പ് ഇങ്ങനെ ഒരു വശത്ത് കൂടെ അങ്ങനെ എഴിഞ്ഞു പോകുന്നുണ്ടാവും. ആരെങ്കിലും ഉപദ്രവിക്കാൻ വരും തോന്നി എവിടെങ്കിലും പോയി അങ്ങോട്ട് ഒളിക്കും. എന്നാലോ ഈ അരിച്ചു പോകുമ്പോഴോ ഇത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല. ബാഹ്യ പ്രകടനമൊന്നും കാണൂല്ല എന്നർത്ഥം. അതാണ് സർപ്പത്തിൽ ഞാൻ പഠിച്ചത്. ഞാൻ ആൾക്കാരുടെ ഇടയിൽ സഞ്ചരിക്കും തോറും എനിക്ക് മമത കൂടും. അതുകൊണ്ട് ഏകചാരി, ഒറ്റയ്ക്ക് സഞ്ചരിക്കണം ഈ സർപ്പത്തിനെ പോലെ. മാത്രല്ല ഗുഹാശയ, വീട് വേണമെന്ന ചിന്തയൊന്നും വേണ്ടാന്ന്. അതൊന്നും പറഞ്ഞാൽ നമുക്കിപ്പോൾ അതത്ര സ്വീകാര്യമല്ല. വീട് വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ ജീവിക്കുകയെന്ന്. വീട് താമസിക്കാൻ ഒരു ചെറിയ വീടായാലും മതിലോ. ഇന്നിപ്പോ എവിടെ നോക്കിയാലും വലിയ വീടുകളാ. താമസിക്കാൻ ഒരാളോ രണ്ടാളേ ഉള്ളൂ. അപ്പോ അത് എന്തിനാണത്? പ്രൗഢി കാണിക്കാൻ. അതാണ് ഇവിടെ പറയണ. ഈ പ്രൗഢിയോ വൈഭവമോ ഒന്നും പുറത്ത് കാണിക്കില്ല. യഥാർത്ഥ ജ്ഞാനി ഞാൻ ജ്ഞാനിയാണെന്നോ ഒന്നും കാണിക്കരുത്. എന്താ കാരണം? ഞാൻ എന്ന ശരീരമല്ല, ആത്മാവാണ്. ഈ ആത്മാവിൽ ഇരിക്കാൻ എന്തിനാ ഒരു വീട് എന്ന് ചിന്തിച്ച് ഏകചാരിയായിട്ട് നടക്കണം ഒരാള് എന്ന് സർപ്പത്തിൽ നിന്ന് പഠിച്ചതിനാൽ സർപ്പം എൻ്റെ ഒരു ഗുരുവായി എന്ന് പറയണം. ഇനി ഭഗവാൻ അദ്വിതീയനാണ്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനാണ്. ആ പ്രപഞ്ച നാഥനായിരിക്കുന്ന ഭഗവാനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത്. ഇത് ഭഗവാന്റെ ഒരു ലീലയാണ്, ഭഗവാനൊരു കളിയാണ്. ആ കളി മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ടാണോ ഇങ്ങനൊരു ജീവിയെ സൃഷ്ടിച്ചത് നമുക്ക് തോന്നും കണ്ടിട്ടുണ്ടെങ്കിൽ. എന്താ ആ ജീവി? ഊർണനാഭി, എട്ടുകാലി എന്താ ചെയ്യുന്നത്? യഥ ഊർണനാഭി വക്രത. ഇത് മുഖത്തിൽ നിന്ന് ചെറിയ നൂലുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ഘടിപ്പിക്കും. എന്നിട്ട് അങ്ങനെ വലയുണ്ടാക്കി അതിന്റെ നടുക്കിൽ ചെന്നിരിക്കും. എന്നിട്ട് ഈച്ച മുതലായ ചെറിയ ജീവികളൊക്കെ പിടിച്ച് തിന്നും. അങ്ങനെ കുറേ സമയം കഴിയുമ്പോൾ തിന്നൊക്കെ മതിയായി ആശ്വസിക്കുമ്പോൾ ആ വലയൊക്കെ തന്നിലേക്ക് തന്നെ വലിച്ച് ഈച്ച സ്വസ്ഥനായിട്ട് ഇരിക്കും എന്നർത്ഥം. അപ്പോ ഈ ഊർണനാഭി എങ്ങനെയാണോ ഹൃദയാ ഊർണാം സന്തത്യ വക്രതഃ തയാ വിഹൃത്യ, ഈ ഊർണനാഭി അതിൽ നിന്ന് തന്നെ ആ നൂലിനെ വലിച്ചിട്ട് ആ മഹേശ്വരൻ എപ്രകാരമാണോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്, ഭഗവാന് സൃഷ്ടിക്കുന്നതും ആ വല പോലെ ആ വല സൃഷ്ടിക്കുക, അതിനെ വേണ്ട പോലെ സംരക്ഷിക്കുക, പിന്നെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുക. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അത് എത്ര വലുതോ ആകട്ടെ സങ്കീർണമോ ആകട്ടെ അതിൽ വിളങ്ങുന്ന ചൈതന്യം ഒന്നു മാത്രമാണ്. ആ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ഭഗവാന് സൃഷ്ടിക്കുക, അത് സംരക്ഷിക്കുക, തന്നിൽ തന്നെ ലയിപ്പിക്കുക എന്നുള്ളത് ഒരു ലീലയാണ്. എട്ടുകാലിക്കും ഇതൊരു കളിയാണ്, ഒരു ലീലയാണ്. അതുപോലെ പ്രപഞ്ചകർത്താവായിരിക്കുന്ന മഹേശ്വരനും ഭഗവാനും ഇത് തന്നെയാണ് ലക്ഷ്യം. എല്ലാം സൃഷ്ടി ചെയ്യുന്ന ഞാൻ
അവരെ സംരക്ഷിക്കുന്നതും ഞാൻ, ലയിപ്പിക്കുന്നതും ഞാൻ. അപ്പൊ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ലയിപ്പിക്കാനും ആ സർവേശ്വരനായ ഭഗവാന് കഴിയും എന്ന് ഊർണനാഭിയിൽ നിന്ന്, എട്ടുകാലിയിൽ നിന്ന് പഠിച്ചതിനാൽ എട്ടുകാലി എൻ്റെ ഒരു ഗുരുവായി എന്ന് അവധൂതൻ പറയണം. ഇനി അടുത്തത്, എത്ര എത്ര മനോദേഹി ധാരയേര സകലം ധിയ സ്നേഹാദ്വേഷാത് ഭയാത് വാപി യാതി തത്വസ്വരൂപതാം. നമ്മള് മനസ്സുകൊണ്ട് സ്നേഹം കൊണ്ടോ ഭയം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒരാളെ ഇങ്ങനെ സങ്കല്പിച്ചു വെച്ചാൽ, നമ്മുടെ മുമ്പിൽ ദേഷ്യം ഒരാളെ വിചാരിച്ചു വെച്ചാൽ എപ്പോഴും ആ ആളുടെ മുഖവും നമ്മുടെ മുമ്പിൽ. ആരോടാ ഇഷ്ടം തോന്നി വെച്ചാൽ ആ ആളുടെ മുഖവും നമ്മുടെ മുമ്പിൽ എപ്പോഴും. അതുപോലെ തന്നെയാണ് ഭയവും. അപ്പോ ഭയമുള്ള ആളെയും സ്നേഹമുള്ള ആളെയും ദേഷ്യമുള്ള ആളെയും ഒരേപോലെ ഇങ്ങനെ സദാ ചിന്തിച്ച് നടക്കുന്ന സ്വഭാവമാണ് മനുഷ്യർക്ക്. അപ്പോ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു തത്വം മനസ്സിലാക്കി തരുന്ന അവധൂതൻ പറയാണ്, നമ്മുടെ മനസ്സിനെ ഏതൊന്നിലേക്ക് കേന്ദ്രീകരിക്കണമോ, അത് സ്നേഹം കൊണ്ടാവാം. അപ്പൊ ഭക്തന്മാര് സ്നേഹം കൊണ്ട് ഭഗവാനെ അടുക്കുന്നുണ്ട്, ദേഷ്യം കൊണ്ടുണ്ട്, ഒക്കെ ഭഗവാനെ സമീപിക്കുന്നുണ്ട്. ആ ഭഗവാൻ നിശ്ചലനായിട്ട് ഒരിടത്തിരുന്ന് അതൊക്കെ കണ്ടു രസിക്കുകയാണ്. ആ അനുഗ്രഹിക്കാൻ ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ. അപ്പൊ ദേഷ്യം കൊണ്ടായാലും സന്തോഷം കൊണ്ടായാലും വിദ്വേഷം കൊണ്ടായാലും ഭയം കൊണ്ടായാലും ഏതൊന്നെയാണോ ചിന്തിക്കുന്നത്, കുറെ 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 കഴിയുമ്പോ മനസ്സ് അതായി തീരുന്ന. അതുകൊണ്ട് സദാ നമ്മൾ ഈശ്വരനെ തന്നെ, പ്രപഞ്ച സൃഷ്ടികർത്താവായിരിക്കുന്ന ചൈതന്യമൂർത്തിയായിരിക്കുന്ന സനാതന ബ്രഹ്മമായ പരമാത്മാവിനെ തന്നെ സദാ ചിന്തിച്ച് 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 ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മളും ആ ചൈതന്യമൂർത്തിയായി തീരും എന്ന് പഠിച്ചത്. ഈ നമ്മുടെ വീടുകളിലൊക്കെ കാണാം വേട്ടാളൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു പുഴുവിനെ കൊണ്ടൊരു ചുമരില് കൊണ്ടുവയ്ക്കും. എന്നിട്ട് അതിന്റെ ചുറ്റും നിന്നിട്ട് ആ വേട്ടാളുടെ ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഈ പുഴു പേടിച്ചിട്ട്, ഈ വേട്ടാളിനെ പേടിച്ചിട്ട് ആ ശബ്ദം കേട്ട് വേട്ടാളൻ വിചാരിച്ച് ചിന്തിച്ച് 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 കാലം കഴിയുമ്പോ വേട്ടാള രൂപം പ്രാപിക്കും. അപ്പോ സാധാരണ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടത്ത പ്രസവിച്ചിട്ടോ മുട്ടയിട്ടോ ഒക്കെയാണ്. എന്നാൽ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട്, ഭാവ തീവ്രത കൊണ്ട്, ഐക്യത കൊണ്ട് ഇങ്ങനെ ഒരു പരിണാമം സംഭവിക്കും മനസ്സിന്. ഏകാത്മതയെ മനസ്സില് ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക്, പരമാത്മ ചൈതന്യത്തിലേക്ക് മനസ്സിനെ തീവ്രമായിട്ട് ഏകമായിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ആ പരമാത്മ നമുക്ക് അനുഭവിക്കാം എന്ന് വേട്ടാളിൽ നിന്ന് പഠിച്ചു വന്നു. യം യം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. ഏതേത് വസ്തുവിനെ അല്ലെങ്കിൽ ഏതേതിനെ സ്മരിച്ചിട്ടാണോ ഒരു ജീവി ശരീരം ഉപേക്ഷിക്കുന്നത്, അതായിട്ട് ജനിക്കും എന്നാണ്. അതുകൊണ്ട് ഭഗവാൻ പറയണ, തസ്മാ സർവേഷു കാലേഷു മാമനുസ്മര. അതുകൊണ്ട് എല്ലാ കാലത്തും എന്നെ തന്നെ ചിന്തിക്കൂ. അപ്പൊ നമ്മൾ വിചാരിക്കും, എങ്ങനെ എല്ലാ കാലത്തും ഭഗവാനെ എപ്പോഴും ചിന്തിക്കാൻ പറ്റുമോ? ഗോപികമാരെങ്ങനെയാന്ന് വെച്ച്, പാല കറക്കുമ്പോഴും കൃഷ്ണൻ, തൈർ കടയുമ്പോഴും കൃഷ്ണൻ, പശുക്കളെ കഴുകുമ്പോഴും കൃഷ്ണൻ, മുറ്റടിച്ചു വരുമ്പോഴും കൃഷ്ണൻ. അവർക്ക് സദാ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അവരെല്ലാ ജോലിയും ചെയ്തിരുന്നുവല്ലോ. ഇങ്ങനെ എന്തു ചെയ്യുമ്പോഴും ഈശ്വരനെ അങ്ങനെ ആരാധിച്ച് അദ്ദേഹത്തിനെ ഇങ്ങനെ മനസ്സാ കണ്ട് ആ സായുജ്യം നമുക്കടയാം എന്ന് വേട്ടാളനിൽ നിന്ന് പഠിച്ചു. അതുകൊണ്ട് വേട്ടാളൻ എൻ്റെ ഒരു ഗുരുവായി എന്ന് പറയാണ് അവധൂതൻ. ഇങ്ങനെ 24 ഗുരുനാഥന്മാരിൽ നിന്ന് ബ്രഹ്മചൈതന്യത്തെ മനസ്സിലാക്കാനുള്ള തത്വമൊക്കെ ഗ്രഹിച്ചു ഇദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയാണ്, 24 ഗുരുനാഥന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചിട്ട് ഇനി ഞാൻ ഒരു തത്വം പഠിക്കൂ. അത് എവിടെ നിന്നാണ്? എൻ്റെ ശരീരത്തിൽ നിന്ന്. എന്താണ്? ദേഹോ മമ വിവേക വിരക്തി ഹേതു. വിവേകവും വിരക്തിയും ഉണ്ടാക്കുന്നതാണ് എൻ്റെ ശരീരം എന്ന് ഞാൻ ശരീരത്തിൽ നിന്ന് മനസ്സിലാക്കി. എന്താണ് ഈ ശരീരത്തിന്റെ പ്രത്യേകത? ഈ ശരീരം നശ്വരമാണ്, നശിക്കുന്നതാണ്. ഈ നശിക്കുന്ന ശരീരത്തിന് വേണ്ടിയിട്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് വിഷയവാസനകളാകുന്ന ആ ജഡിലമായിരിക്കുന്ന ഓരോരോ കണ്ണിന്റെയും കാതിന്റെയും
മൂക്കിന്റെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും ഈ പാപവാസനകളിൽ ലയിപ്പിച്ച് നശിപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തെ. അത് മാത്രല്ല, ഈ ശരീരം വിഡ്ഭസ്മാത്മാചദേഹോ, ശരീരം ഭസ്മമായിട്ടും പിന്നെയോ മലമായിട്ടും മാത്രല്ല മണ്ണിൽ പോയി കൃമി. അത് നമ്മള് രാമായണത്തിൽ പഠിച്ചിട്ടുണ്ട്. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില, ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഈ ശരീരം നമ്മളിങ്ങനെ നല്ല സൗന്ദര്യവർദ്ധകങ്ങളായിരിക്കുന്ന സ്പ്രേ മുതലായ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഭംഗി വർദ്ധിപ്പിച്ച് നടക്കുന്ന ഈ ശരീരം ഉണ്ടല്ലോ, ഇത് ക്ഷണികാണ്. എപ്പോ വേണമെങ്കിൽ നശിക്കാം. നശിച്ചാലോ ഒന്നുകിൽ ആൾക്കാർ തീയിൽ കൊണ്ടിട്ട് ദഹിപ്പിക്കും, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടും. അപ്പൊ അത് കുറെ കഴിയുമ്പോൾ കൃമികളൊക്കെ തിന്നും, അല്ലെങ്കിൽ കുറുക്കന്മാരൊക്കെ തിന്നും, വലിച്ചു പോവും. ഇങ്ങനെയുള്ള ഈ ശരീരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര 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 ദുഷ്കൃത്യങ്ങളാ ഓരോരുത്തരും ചെയ്യുന്നത്. അതുകൊണ്ട് ദേഹം എനിക്കൊരു ഗുരുവാണെന്ന് പറയണം. കാരണം ഈ ദേഹത്തില് നമ്മള് ജനിക്കുമ്പോ തൊട്ട് ദേഹം ഉണ്ടെങ്കിലല്ലേ, ജനിക്കുമ്പോ ചെറിയ കുട്ടികൾക്ക് അത്ര ബോധം ഉണ്ടാവില്ല. വലുതാവുമ്പോ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുമായി എന്ത്, വീട് വേണം, ഭാര്യ വേണം, കുട്ടികൾ വേണം, അവർക്ക് ജീവിക്കണമെങ്കിൽ പാലുണ്ടാവണം, അപ്പൊ പശുക്കളെ വളർത്തണം, മറ്റു മൃഗങ്ങളെ, ആടിനെ വളർത്തണം, കോഴിയെ വളർത്തണം. ഇങ്ങനെ ഓരോന്നിനെ നമ്മുടെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പൊ ഈ ദേഹം ഉണ്ടെങ്കിൽ ദേഹസംബന്ധിയായിട്ടുള്ള വസ്തുക്കളോടൊക്കെ നമുക്ക് മമത ഉണ്ടാവും. എന്റെ കുട്ടികൾക്ക് പാല് കുടിക്കണ്ടേ, എന്റെ കുട്ടികൾക്ക് മുട്ട കഴിക്കണ്ടേ, അതുകൊണ്ട് കോഴിയെ വളർത്തണം. അപ്പൊ നമ്മൾക്ക് ആ എന്താ പറയാ, മമത കൂടി കൂടി വരും. ആ മമത കൂടി വരുന്നോറും നമുക്ക് ലൗകികതയിൽ വരുന്ന ഉഴലാനേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോ ഈ ഒരു ബഹുഭാര്യമാരുള്ള സപത്നിമാരുള്ള ഒരു ഭർത്താവിന്റെ പോലെയാണ് ഓരോരുത്തരെയും ശരീരം എന്നാണ് പറയുന്നത്. പ്രഹ്ലാദ സ്തുതിയിൽ പ്രഹ്ലാദൻ ചൊല്ലുന്നൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം, ജിഹ്വൈകതച്യുത വികർഷതി മാവിതൃപ്ത ശിഷ്ണോന്യത ത്വഗുദരം ശ്രവണം കുതശ്ചിത് ഘ്രാണോ അന്യത ശബലദൃക് ച കർമ്മ ശക്തി ബഹ്യ സപത്നൈവ ഗേഹപതിം ലുനന്തി. എന്താ, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഇന്ദ്രിയങ്ങളും പല പല ഭാര്യമാരായിട്ട് പറയാ. ഗൃഹസ്ഥൻ, ഈ ജീവൻ എന്ന് പറഞ്ഞ ഗൃഹസ്ഥാശ്രമിയുടെ ബഹുഭാര്യമാരാണ് ഇത്രയും ഇന്ദ്രിയങ്ങളൊക്കെ. അപ്പൊ ഭാര്യമാരുടെ സ്വഭാവം എന്താ, ഇഷ്ടപ്പെട്ട വസ്തു ഓരോന്ന് കൊണ്ടുവരണമെന്ന് ഭർത്താവിനോട് ഇങ്ങനെ പറയും. അപ്പോ നാവ് പറയും എനിക്കിപ്പോ നല്ല ഭക്ഷണം കിട്ടണം, അപ്പൊ അതിനാവും ചിലപ്പോ മുതിരാൻ പോവാ. അപ്പൊ വന്നിട്ട് പറയും എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്ക് വെള്ളം വേണം എന്ന് പറയും. അപ്പോ വേറെ ഇന്ദ്രിയം പറയാണ്, ശിഷ്ണം അല്ലെങ്കിൽ ഉപസ്ഥ എന്ന് പറയുന്ന പറയാം, എനിക്ക് എപ്പോ കിട്ടണം വിഷയസുഖം, തന്നേ പറ്റൂ, അത് പറയും. അപ്പൊ അയാൾ വിലഞ്ഞു. അത് വെള്ളം എടുക്കാനാ പോകേണ്ടത്, ആഹാരം എടുക്കാനാ പോകേണ്ടത്, അതോ ഇവളെ സന്തോഷിപ്പിക്കുക വേണ്ടത്? ടെൻഷനായി അയാൾക്ക്. കുറച്ചു കഴിഞ്ഞപ്പോഴോ ബാഹ്യകാര്യങ്ങളൊക്കെ അറിയുന്ന ചെവി പറയണം, നോക്കൂ നല്ലൊരു പാട്ടുണ്ട് നമുക്ക്, അല്ലെങ്കിൽ നല്ലൊരു ഇതുണ്ട് കേൾക്കാൻ പോവാ. അപ്പൊ അതിന് പോവാന്ന് വിചാരിച്ചപ്പോ കണ്ണ് പറയാണ്, അയ്യോ നല്ലൊരു ദൃശ്യത അവിടെ കാണാണ്ട്. ആ കണ്ണ് അങ്ങോട്ട് പിടിച്ചു വലിക്കും. കൈകാലുകളോ ഇങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഈ ഗൃഹസ്ഥനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. ഏകത പ്രഹ്ലാദൻ പറയണതാണ് ഈ സ്തുതിയില്. നരസിംഹത്തിന്റെ ആ ഇത് നരസിംഹമൂർത്തിയോട് പ്രഹ്ലാദൻ പറയാണ്, ചെറിയ കുട്ടി പറയണതാണ്. ഇങ്ങനെ ബഹ്യ സപത്നൈവ, ഒരു ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ് ലോകത്തില്. അനേകം ഭാര്യമാരുണ്ടെങ്കിലും അവരൊക്കെ തൃപ്തിപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അതുപോലെയാണ് ഗൃഹസ്ഥനെ ഇങ്ങനെ ലുനന്തി, ഇങ്ങനെ ക്ലേശിപ്പിച്ചു കൊണ്ടിരിക്കും ഈ ഇന്ദ്രിയങ്ങള്. അതുകൊണ്ട് ആ ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ നമ്മൾ ജീവിതം നശിപ്പിക്കാതെ ബ്രഹ്മതത്വം അറിഞ്ഞു ജീവിക്കണം എന്ന് മനസ്സിലാക്കി തരുന്നു എന്റെ ശരീരം. നാരായണത്തിൽ നാരായണത്തിൽ പറയാണ്, ഹീ ഹീ മേ ദേഹമോഹം ത്യജ പവനപുരാധീശ യത് പ്രേമഹേതോഹോ ഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശ ത്വത്പദം വിസ്മരന്തി സോയം വഹ്നേശുനോവ പരമിക പരത. ഇപ്പൊ എന്താ പറയണത്? ഈ ശരീരം, എന്റെ ദേഹമോഹമൊക്കെ ഇല്ലാതാക്കി തരണേ ഭഗവാനെ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? യത് പ്രേമഹേതോഹോ, എന്റെ ശരീരത്തിനുള്ള പ്രേമം കൊണ്ട് ഞാൻ ഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശാഹ, വീടുകളിലും
പണത്തിലും മക്കളിലും ഭാര്യയിലും ഒക്കെ വിവശന്മാരായിട്ട് ത്വത്പദം വിസ്മരന്തി, അങ്ങയുടെ തൃപ്പാദത്തെ ഞാൻ മറന്നു പോവുകയാണ് ഭഗവാനെ. അങ്ങനെയുള്ള ഈ ശരീരമാകട്ടെ, അങ്ങനെയുള്ളതാ ഈ ശരീരം, മക്കളും ഭാര്യ എന്നൊക്കെ വിചാരിച്ച് ഇതുവരെ 10-60 വയസ്സ് വരെ 70 വയസ്സ് വരെ എത്രയായാലും മക്കളുടെ കാര്യം തീരില്ല. അവരിങ്ങനെ അന്വേഷിച്ച് നടന്നിട്ട് ഈ ശരീരമൊക്കെ എങ്ങനെയാ? അപ്പോ ഈ ഹി ദേഹമോഹം ത്യജ പവനപുരാധീശയത് പ്രേമഹേതോഹോ ഗേഹേ വിത്തേകളത്രാദീക്ഷിത വിവശ ത്വത്പദം വിസ്മരന്തി സ്വയം. ഈ ശരീരാകട്ടെ വന്യേശുനോവ, നേരത്തെ പറഞ്ഞല്ലോ, അഗ്നിയിലോ നായക്കോ കൃമിക്കോ ഒക്കെ ആക്കി തീർക്കാനുള്ളതാണ്. എന്നിട്ട് പോലും ഞാൻ ആ ശരീരത്തോടെ മമത വിടുന്നില്ലല്ലോ ഭഗവാനെ, എനിക്ക് ആ മമത വിട്ടുതരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ശ്ലോകം നാരായണപ്പെട്ട തിരുപാട് നാരായണത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോ എന്താണ് ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ചുമതല? ഇന്ദ്രിയങ്ങൾ പിന്നെ എന്തിനാ നമുക്ക് തന്നിരിക്കുന്നത്? കാണാനും കേൾക്കാനും സുഖിക്കാനും അല്ലേ എന്ന് എല്ലാവരും വിചാരിക്കും. എന്നാൽ എന്താണ് തത്വം? ജിഹ്വേ കീർത്തയ കേശവം, എന്റെ നാവേ നീ എന്തു ചെയ്യണം? കേശവനെ കീർത്തിക്കൂ, കേശവനെ സ്തുതിക്കൂ. ആവശ്യമില്ലാത്ത പാട്ടുകൾ പാടാൻ പോകാതെ കേശവനെ കൃഷ്ണ ഹരേ രാമ മായ ശബ്ദത്തില് ഇവിടെ എന്നും കേൾക്കാം. ആ നാമം ജപിക്കാൻ എന്റെ നാവേ നീ തയ്യാറാവൂന്ന. ജിഹ്വേ കീർത്തയ കേശവം മുരരിവും ചേതോ ഭജ, മുരരിവുവിനെ എന്റെ മനസ്സേ നീ ഭജിക്കൂ. ശ്രീധരം ശ്രോത്രദ്വയം ശൃണു, എന്റെ ശ്രീധരനെ കുറിച്ചുള്ള കഥകൾ എന്റെ ചെവി കേൾക്കൂ. ഇങ്ങനെ ജിഹ്വേ കീർത്തയ കേശവം മുരരിവും ചേതോ ഭജ ശ്രീധരം പാണിദ്വന്ദ്വ, എന്റെ 2 കൈകളെ സമർച്ചയ. ആരെ? ആ മുരരിവുമായിട്ടുള്ള ഭഗവാനെ അർച്ചിക്കൂ. അച്യുത കഥാ ശ്രോത്രദ്വയത്വം ശൃണു, എന്റെ 2 ചെവികളെ അച്യുതന്റെ കഥകളെ നീ കേൾക്കൂ. ശ്രോത്രദ്വയത്വം ശൃണു, ഇങ്ങനെ കൈകളെ കൊണ്ട് പാണി അച്യുതന്റെ കഥകൾ കേൾക്കാനും. ഇനി എന്താ പറയണത്? എന്റെ മൂർധൻ നമാധോക്ഷജം, ഹേ മൂർധൻ എന്റെ ശിരസേ അധോക്ഷജനെ നമസ്കരിക്കൂ. കൈകൊണ്ട് ഭഗവാനെ അർച്ചിക്കൂ. കാലുകൾ പോകുന്നതൊക്കെ ഭഗവത് ക്ഷേത്രങ്ങളിലാകട്ടെ ദേവാലയങ്ങളിലാകട്ടെ എന്നാണ് ഓരോ ഇന്ദ്രിയത്തിന്റെയും ലക്ഷ്യമെന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെ അവധൂത ബ്രാഹ്മണൻ 24 ഗുരുനാഥന്മാരിൽ നിന്നും കേൾക്കുമ്പോ ഈ ഗുരുനാഥന്മാരൊക്കെ നിസ്സാരന്മാരാണ്. വായു, അഗ്നി, വെള്ളം, സൂര്യൻ, ചന്ദ്രൻ, ആന, കപോതം, അതേപോലെ പിങ്കള, സർപ്പം, കുരരം, അർഭകൻ, ഇങ്ങനെയുള്ള 24 ഗുരുനാഥന്മാരൊക്കെ വളരെ ചെറിയ വസ്തുക്കളാണെങ്കിലും അതിന്നൊക്കെ ബൃഹത്തായ തത്വമാണ് ഗ്രഹിക്കുന്നത്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള തത്വമാണ്. എല്ലാം ഒന്ന് തന്നെ, ബ്രഹ്മ സത്യം, ജഗത് മിഥ്യ. ഈ ബ്രഹ്മമാണ് സത്യമായിട്ടുള്ളത് എന്ന തത്വമാണ് എല്ലാറ്റിലും പ്രതിപാദിക്കുന്നത്. ഈ അവധൂത ഗീതയില് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഒന്നും അറിയണ്ട, ജ്ഞാനിയാണ്. അപ്പൊ ജ്ഞാനിയാണ് എങ്കിലും ആ ജ്ഞാനിക്കും നമുക്ക് ബ്രഹ്മതത്വം, ബ്രഹ്മോപദേശം നൽകുന്ന ഗുരു ഒന്നു മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ആ ഗുരുനാഥൻ പറഞ്ഞു തന്നതിനെ കേട്ട് അനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് വിപരീതമായിട്ടുള്ള പല ചിന്തകളും ആശയങ്ങളും നമ്മുടെ ഉള്ളിൽ വരും. അതിനെ ഇല്ലാതാക്കാൻ ഏതൊക്കെ സ്ഥലത്തുനിന്നാണോ നമുക്ക് ജ്ഞാനം ലഭിക്കുക അതിനെയൊക്കെ നമ്മൾ ഗുരുവായിട്ട് കരുതണം എന്നാണ് അവധൂതൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ഭഗവാന്റെ ഈ അവധൂത ഗീതയിൽ നാം മനസ്സിലാക്കിയത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത് ഭഗവാനെ സ്തുതിക്കാനും ഭഗവാന്റെ കഥ കേൾക്കാനും ഭഗവാനെ നമസ്കരിക്കാനുമാണ്. അതുകൊണ്ട് അതല്ലാത്ത ഇന്ദ്രിയങ്ങള് വെറുതെയാണ് എന്ന് പറഞ്ഞല്ലോ. ശാവവും കരവും, ഭഗവാനെ വണങ്ങാത്ത കൈ ശവക്കൈകളാണ് എന്ന്. ഈ ശിരസ് ഭാരപ്പരം പട്ടകിരീട ജുഷ്ടം, എത്ര വലിയ ഇതാണെങ്കിലും ഭഗവാനെ നമസ്കരിക്കാത്ത ശിരസ് ഭാരാണ്. ബർഹായി തേ നയനെ, ഭഗവാനെ കണ്ണ് പറയണം. മയിലിന് പീലിണ്ടായിട്ട് എന്താ ഒരു ഉപകാരം? അതിനത് ആസ്വദിക്കാൻ സാധിക്കില്ല. അതിന് ജീവനുമില്ല, നിർജീവമായിട്ടുള്ളതാണ് കണ്ണ്. അതുപോലെ നിർജീവമായിട്ടുള്ള കണ്ണാണ് ഭഗവാനെ ദർശിക്കാത്ത കണ്ണ് എന്നാ പറയുന്നത്. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഭഗവാനെ സ്തുതിക്കാനും ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഭഗവാനെ നമസ്കരിക്കാനും കഴിയണേ എന്ന് ഈ അവധൂത ഗീതയിൽ നാം മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞ ഈ അവധൂത ഗീത ഞാൻ ഭഗവാന്റെ സമക്ഷത്തിൽ സമർപ്പിക്കുകയാണ്.
ബദ്ധേനാഞ്ജലിനാ നതേന ശിരസാ ഗാത്രേണ രോമോദ്ഗമൈഃ കണ്ഠേന സ്വരഗദ്ഗതേന നയനേനുത്കീർണനേത്രാംബുനാ നിത്യം ത്വച്ചരണാരവിന്ദയുഗളം അധ്യാത്മനാശ്രിതം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആത്മാ ത്വം ഗിരിജാമതി സഹചരാ പ്രാണാ ശരീരം ഗൃഹം പൂജാ തേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതിഃ സഞ്ചാരപദയോഃ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാ ഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേത ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.